Hello, good afternoon. Good afternoon, Good afternoon, ma'am. റെഡിയായോ എല്ലാവരും? ഓക്കെ, യെസ്. അപ്പൊ നമ്മള് ഇടവരെ എടുത്തു നിർത്തി. ഇടവരെ എടുത്തു നിർത്തി എന്ന് ഓർമ്മയുണ്ടോ? അക്കോർഡിംഗ് ടു ദ ജോയിൻ ILOയുടെ 2 പോയിന്റ് പറഞ്ഞു. 3-4 പറയാനാണ്. ഓക്കെ, നമ്മുടെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആൻഡ് WHO ചില പോയിന്റുകള്, അതായത് സോഷ്യൽ വെൽബീയിങ് ഓഫ് വർക്കേഴ്സ്, അതായത് എംപ്ലോയീസിന്റെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പോയിന്റുകൾ എടുത്തു പറയുന്നുണ്ട്. അത് 2 WHO-യും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും എന്താ പറയാ സംയുക്തമായിട്ടാണ് ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേ? അതായത് എംപ്ലോയി ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യണം. എംപ്ലോയിയുടെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ലെയർ ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു ഒക്യുപേഷണൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ ആണ് ഷുഡ് ബി പ്രൊവൈഡഡ്. അതായത് ഫിസിക്കൽ കണ്ടീഷനും മെന്റൽ കണ്ടീഷനും സോഷ്യൽ എന്താ പറയാ വെൽബീയിങ് വെച്ചാൽ സോഷ്യൽ കണ്ടീഷനും ഈ പറയുന്ന എല്ലാ ഹെൽത്തും ഓക്കെ ആകണം എംപ്ലോയീസിന്റെ. എന്നാലാണ് അവർക്ക് നല്ല രീതിയിൽ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ എന്താ പറയാ അവര് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഓരോ ഓർഗനൈസേഷനും ബെറ്റർ റിസൾട്ട്സ് കിട്ടാനും ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ലീഡ് ടു അൾട്ടിമേറ്റ്ലി ടു ദ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. അങ്ങനെ അൾട്ടിമേറ്റ് ആയിട്ട് അവർ ഉദ്ദേശിക്കുന്ന അവര് ലാഭക്ഷമതയിലേക്ക് എത്തിക്കാനൊക്കെ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് വെരി വെരി ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ക്രൂഷ്യൽ എന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ ഹെൽത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അതിന്റെ കുറച്ച് 2-3 പോയിന്റുകളൊക്കെ ഉണ്ട്. അതില് എന്താ പറയാ ഏതൊക്കെ പോയിന്റ് തന്നു നമുക്ക്? ഓക്കെ, ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു, പ്രിവെൻഷൻ എമംഗ് വർക്കേഴ്സ് ഇൽ ഹെൽത്ത് കോസ്ഡ് ബൈ വർക്കിംഗ് കണ്ടീഷൻസ്. അപ്പൊ നമ്മളുടെ ഓർഗനൈസേഷനിൽ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്കുണ്ടാകാവുന്ന ചില ഹെൽത്ത് ഇഷ്യൂസ് ആ ജോലിയുമായി ബന്ധപ്പെട്ട അനുബന്ധ രോഗങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇന്ന ജോലി ചെയ്യുന്നത് കൊണ്ട് ഇന്ന എംപ്ലോയീസിന് ഈ പറയുന്ന രോഗങ്ങൾ ഉണ്ടാകാൻ ദർ ഇസ് ചാൻസ്. മനസ്സിലായി? അത് ചാൻസ് ഉണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ ചില ആളുകളിൽ പെട്ടെന്ന് എളുപ്പം തന്നെ അത്തരം രോഗങ്ങൾ വരും. ചില ആളുകളിൽ റെസിസ്റ്റിംഗ് പവർ ഇമ്മ്യൂണിറ്റി ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് കുറച്ചുകൂടി പതിയെ കുറച്ചുകൂടി ലേറ്റ് ആയിട്ട് ചിലപ്പോൾ അത്തരം രോഗങ്ങളൊക്കെ വിസിബിൾ ആകുള്ളൂ. അപ്പൊ എങ്ങനെയാണെങ്കിലും ഇത്തരം വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഒക്കെ ചെയ്യുന്ന സാധ്യതയുണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് ILO സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ WHO-യും പറയുന്നുണ്ട്. അപ്പൊ ഇവര് 2 കൂട്ടരും പറയുന്നത് എംപ്ലോയീസ് ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക് വെരി വെരി ഇമ്പോർട്ടന്റ്. ദാറ്റ് മീൻസ് എംപ്ലോയീസിന്റെ ഹെൽത്തിൽ പെടുന്ന ഫിസിക്കൽ ഹെൽത്തും അതുപോലെ തന്നെ അവരുടെ മെന്റൽ ഹെൽത്തും അതുപോലെ തന്നെ സോഷ്യൽ ഹെൽത്തും. സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഹെൽത്ത് ഓക്കെയാണ്, മെന്റൽ ഹെൽത്ത് ഓക്കെയാണ്. പക്ഷെ വൈൽ വി ആർ ഡീലിംഗ് വിത്ത് അവർ കോവർക്കേഴ്സ് വി ആർ നോട്ട് കംഫർട്ടബിൾ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിലോ അതും നല്ല റിസൾട്ട് കിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്കലി ഓക്കെയാണ്, നമ്മളുടെ മെന്റൽ കാര്യങ്ങളും ഓക്കെയാണ്. പക്ഷെ നമ്മളുടെ കൂടെ ആയിരിക്കുന്ന നമ്മുടെ കോവർക്കേഴ്സുമായിട്ടുള്ള നമ്മളുടെ ആക്ടിവിറ്റീസിൽ ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ നേരിടുമ്പോൾ അത് നമ്മൾക്ക് എന്ത് പറയും, അത് നമ്മളുടെ മെന്റൽ സ്ട്രെങ്തിനെ ബാധിക്കും. അങ്ങനെ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കുറയും, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ ഓർഗനൈസേഷനും അവിടുത്തെ ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും അതുപോലെ തന്നെ സോഷ്യൽ ഹെൽത്തും എംപ്ലോയീസിന്റെ പ്രൊട്ടക്ട് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഉള്ള നടപടികൾ സ്വീകരിക്കണം. ആൻഡ് ഓൾസോ വർക്കിംഗ് കണ്ടീഷൻസ് ആളുകൾക്ക് എന്താ പറയുക ഇൽ ഹെൽത്ത് കൊടുക്കുന്ന രീതിയിലുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ആയിരിക്കും അവിടെ അതിനെല്ലാം പ്രിവെന്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ, പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദെയർ എംപ്ലോയ്മെന്റ് ഫ്രം റിസ്ക് റിസൾട്ടിംഗ് ഫ്രം ഫാക്ടേഴ്സ് അഫക്ട് ദെയർ ഹെൽത്ത്. അതായത് എംപ്ലോയീസിന് അവരുടെ ഹെൽത്തിനെ അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കുന്ന, അവേഴ്സ് മീൻസ് അഡ്വേഴ്സ് എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ എന്ത് ചെയ്യുക, അതിൽ നിന്നൊക്കെ വർക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാം.
ഇപ്പൊ ചില ജോലികൾ ചെയ്യുമ്പോൾ ആ ജോലിയുമായി ബന്ധപ്പെട്ട് അത്തരം എന്താ പറയാ അത് കൈകാര്യം ചെയ്യുന്ന ജോലിക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ് ആ സാധ്യതകൾ, എന്തുകൊണ്ടൊക്കെയാണ് അവർക്ക് ആ രോഗം വരുന്നത്, ആ ഫാക്ടേഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്നുണ്ടാകുന്ന റിസ്കുകളെ കുറയ്ക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. അതെല്ലാം ഓർഗനൈസേഷനും മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ഹെൽത്തിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. എംപ്ലോയീസ് ഇൽ ഹെൽത്ത് ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും ഒന്നും അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറയാം. ആൻഡ് ഓൾസോ പ്ലേസിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ വർക്കർ ഇൻ ഒക്യുപ്പേഷണൽ എൻവയോൺമെന്റ്, അതായത് ജോലി ചെയ്യാൻ ശരിയായ മതിയായ രീതിയിലുള്ള എൻവയോൺമെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. എനിക്ക് പിന്നെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഈ ജോലി ചെയ്യാനായിട്ട് ഇവിടെ എന്താ പറയാ വെട്ടമില്ല, കാറ്റില്ല എന്നിട്ട് നമ്മളോട് പറയാണ് നിങ്ങൾ ഇവിടെ ഇരുന്നിട്ടാണ് ക്ലാസ് എടുക്കേണ്ടത്. സോ ഇറ്റ് വിൽ ബി നോട്ട് കംഫർട്ടബിൾ ഫോർ ദ എംപ്ലോയീസ്. അത് എംപ്ലോയീസിന് എല്ലാവർക്കും കംഫർട്ടബിൾ ആകണമെന്നില്ല അല്ലെ. നമ്മളിപ്പോ എന്താ പറയാ നമ്മുടെ നോർമൽ ഡ്രസ്സിങ്ങിന്റെ കൂടാതെ നമ്മളൊരു കോട്ടൊക്കെ ഇട്ടിട്ട് നമ്മളുടെ ആ ഒരു പ്രൊഫഷന്റെ ഭാഗമായിട്ടുള്ള ആ യൂണിഫോം ഒക്കെ ധരിച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ വി ഫീൽ അൺകംഫർട്ടബിൾ അല്ലെ. അങ്ങനെ ഇതൊന്നും പറ്റില്ല, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, ടീച്ചർ ഇതൊക്കെ സഹിച്ചിട്ട് ടീച്ചർക്ക് സാലറി തരുന്നുണ്ടല്ലോ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. സോ വർക്കിംഗ് എൻവയോൺമെന്റ്, ആ ഒക്യുപ്പേഷൻ എൻവയോൺമെന്റ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതനുസരിച്ചിട്ട് അപ്പൊ അവരുടെ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതായത് നമുക്ക് ഫിസിക്കലിയും സൈക്കോളജിക്കലിയും നമുക്ക് ഈ ഒരു എൻവയോൺമെന്റിനോട് അഡാപ്റ്റഡ് ആകണമെങ്കിൽ വി ഹാവ് ടു ബി ഗിവൺ സച്ച് ആൻ എൻവയോൺമെന്റ്. അതുപോലുള്ള ഒരു എൻവയോൺമെന്റ് ആണ് എംപ്ലോയീസിന് ഒരു ഓർഗനൈസേഷനും പ്രൊവൈഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ, മനസ്സിലായോ? ILOയും WHO എംപ്ലോയീസിന്റെ ഹെൽത്തിന് പ്രാധാന്യം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഓർഗനൈസേഷനും ചില കാര്യങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി, ബിക്കോസ് അതിനകത്ത് അണ്ടർലൈൻ ചെയ്യാനൊന്നുമില്ല. വായിക്കുമ്പോ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് ഇല്ലേ? 4 പോയിന്റ് ക്ലിയർ ആയോ? ILOന്റെയും WHOന്റെയും എന്താ പറയാ ഫുൾ ഫോംസ് അറിഞ്ഞിരിക്കണം. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയോ? ഓക്കെ. ഇന്ന് ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മള് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉള്ളവര് ജോയിൻ ചെയ്യാനുള്ളവര് കൃത്യമായിട്ട് എല്ലാവരും തന്നെ ഞാൻ വന്നുകൊണ്ട് നിൽക്കണ്ടായിട്ടോ. അത് എന്താ പറയാ സിസ്റ്റത്തിന്റെ ആ ഒരു എന്താ പറയാ പ്രസന്റ് ചെയ്യുന്ന സംഭവം ക്ലിയർ ആകാനായിട്ട് ഞാൻ ആളെ വിളിക്കാൻ പോയതാണ്. അതുകൊണ്ടാണ് 1 മിനിറ്റ് വൈകിയത്. അപ്പോഴേക്കും ഉദ്ദേശിച്ചവരെല്ലാവരും തന്നെ, അതായത് നമ്മൾ ഇന്ന് ജോയിൻ ചെയ്യാൻ ഇത്ര പേരൊക്കെ ഉണ്ടാവാറുള്ളൂല്ലോ, അപ്പൊ അത്രയും പേര് ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഇന്ന് ക്ലാസ്സിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന് ഒരു വലിയ ഒരു താങ്ക്സ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും നേരത്തെ ജോയിൻ ചെയ്തതില്. അങ്ങനെ അപൂർവം ചില കാഴ്ചകളിൽ പെടുന്നതായിരിക്കും, അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. ഓക്കെ, സോ താങ്ക് യു. അപ്പൊ എല്ലാവരും പറയുമ്പോ അനുസരിക്കാനൊക്കെ അറിയുന്ന കുട്ടികളൊക്കെ തന്നെയാണ് അല്ലെ. നമ്മള് അങ്ങനെയൊക്കെ ആവണം. കാരണം 1 മിനിറ്റ് മുമ്പേ ആണെങ്കിലും നമ്മൾ അവിടെ ജോയിൻ ചെയ്തിരുന്നു. നമ്മൾ എന്തായാലും 1:30 ക്ലാസ് എന്ന് പറഞ്ഞാൽ 1:28 ക്ലാസ് തുടങ്ങില്ല, 1:30 തന്നെ ക്ലാസ് തുടങ്ങുള്ളൂ. 1 മിനിറ്റ് മുമ്പേ തുടങ്ങില്ല. ഓക്കെ, അപ്പൊ പക്ഷെ നമ്മൾ 1 മിനിറ്റ് വൈകാമോ, ടീച്ചർ അവിടെ തുടങ്ങട്ടെ, 1 മിനിറ്റ് വൈകട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ ആളുകളുടെയും ഇവിടെ ഓൾറെഡി ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോ ആളുകളുടെയും ഓരോ മിനിറ്റ് വീതം നഷ്ടമാണ്. അപ്പൊ ആ ഓരോ മിനിറ്റിനും, ഈ പറയുന്ന ഓരോ ആളുകളുടെയും ഓരോ മിനിറ്റിനും നമ്മൾ ലേറ്റ് ആയി വരുന്ന ആളുകൾ റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, അപ്പൊ അതില്ലാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ സോ വെരി താങ്ക്സ് അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇന്ന് നേരത്തെ ജോയിൻ ചെയ്തതിന്. നൗ ലെറ്റ്സ് സീ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി ഹെൽത്ത്. ഇനി എംപ്ലോയി ഹെൽത്തിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. എന്താണ് എംപ്ലോയി ഹെൽത്തിന്റെ ലക്ഷ്യങ്ങൾ? കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ എംപ്ലോയി ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്? സോ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ഡിക്രീസ് ദ ആബ്സെന്റിസം ആൻഡ് ഓൾസോ ദ ഡിഗ്രി ഓഫ് ടേൺ ഓവർ. ലേബർ ടേൺ ഓവർ കുറയ്ക്കാനും അതുപോലെ തന്നെ ആബ്സെന്റിസം കുറയ്ക്കാനും ഒരു പരിധി വരെ നമ്മുടെ എംപ്ലോയി ഹെൽത്തി ആയിരുന്നാൽ സാധിക്കുമെന്നാണ്. എന്ന് വെച്ചാൽ അബ്സെന്റിസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വയ്യായികളൊക്കെ വന്നു കഴിഞ്ഞാൽ എംപ്ലോയീസ് ഇപ്പൊ ഏതെങ്കിലും വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വന്നു, അത് ഒരാൾക്കല്ല, അത്തരം ജോലിയിൽ അല്ലെങ്കിൽ അത്തരം ഫാക്ടറീസിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും കൂടി ഒരുമിച്ച് അസുഖം വന്നു. എന്ത് പറ്റും? അസുഖം വന്നു കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് ജോലിക്ക് വരാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും ലീവ് ആകും, ആബ്സെന്റ് ആകും. ചില ആൾക്കാർ അയ്യോ ഈ ജോലി ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസ് വരും, അപ്പൊ ഭാവിയിൽ അത് നമുക്ക് ഭയങ്കര ദോഷമാണ് എന്ന് വിചാരിച്ച് ചില ആൾക്കാർ ഒരുമിച്ച് അങ്ങോട്ട് എന്ത് ചെയ്യും, കൊഴിഞ്ഞു പോകും. ലേബർ ടേൺ ഓവർ മീൻസ് എന്താ? അതായത് വിഡ്രോവൽ ഓഫ് ലേബറേഴ്സ് ആസ് എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പായിട്ടൊക്കെ ഒറ്റയടിക്ക് ഒരുപാട് പേര് ഒരുമിച്ച് കൊഴിഞ്ഞു പോകും. മനസ്സിലായി? അത് എന്ത് ചെയ്യും? അപ്പൊ അത്തരം ഓർഗനൈസേഷനിൽ പിന്നീട് ആൾക്കാരെ ജോലിക്ക് എടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ആരെങ്കിലും വരുമോ? കാരണം ദർ ഇസ് നോ
സേഫ്റ്റി ഫോർ ദെയർ ഹെൽത്ത്, അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള സേഫ്റ്റി മെഷേഴ്സ് ഒന്നും അത്തരം ഓർഗനൈസേഷൻ എടുക്കുന്നില്ല. അങ്ങനെ അവിടെ ജോലിക്ക് പോകുന്ന ആൾക്കാരിലൊക്കെ 1-2 മാസം കഴിയുമ്പോഴേക്കും ആ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു, ആ അസുഖങ്ങൾ വരുന്നു. അയ്യോ, അപ്പൊ നമുക്ക് എന്ത് സെക്യൂരിറ്റി ഉണ്ട് അവിടെ, നമ്മുടെ ആരോഗ്യത്തിന് എന്ത് സുരക്ഷിതത്വം ഉണ്ട്? അപ്പൊ അങ്ങനെ ഉദ്ദേശിച്ച് ചില ആളുകളൊന്നും, മിക്കവാറും മെജോറിറ്റി ആളുകളും അങ്ങനെ ചിന്തിക്കും, നമ്മളുടെ ഹെൽത്ത് ഈസ് വെൽത്ത് അല്ലെ, ആരോഗ്യം നമുക്ക് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് എന്ത് കാര്യങ്ങളും സമ്പാദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ആരോഗ്യം നശിച്ചു പോയി കഴിഞ്ഞാൽ നമ്മള് പിന്നെ എന്തും നമ്മളുടെ കയ്യിലുള്ളത് ഇങ്ങനെ എടുത്തെടുത്ത് തീർന്നു പോകുന്നതല്ലാതെ വി കനോട്ട് ആഡ് ഓൺ. നമ്മളുടെ ആ സ്വത്തിന്റെ സമ്പത്തിന്റെ കൂടെ 1 രൂപ പോലും നമുക്ക് കൂട്ടാൻ പറ്റില്ല ആരോഗ്യം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ. പക്ഷെ ആരോഗ്യം ഉണ്ട് എങ്കിൽ എത്ര കണ്ട് നമ്മൾ സമ്പാദിച്ചത് നഷ്ടപ്പെട്ടു പോയാലും ഡേ ബൈ ഡേ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആരോഗ്യം ഗുഡ് ആണെങ്കിൽ, ആൻഡ് ഓൾസോ ഇഫ് യു ആർ വില്ലിംഗ് ടു ഡു എനി വർക്ക്, നമ്മൾ ചെയ്യാനുള്ള ജോലി എന്ത് ജോലിയാണെങ്കിൽ ചെയ്യാനും കൂടി തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ആ നശ്ചിതൊക്കെ നമുക്ക് വളരെയധികം നല്ല രീതിയിൽ നമുക്ക് വീണ്ടും നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എംപ്ലോയീസ് ഹെൽത്ത് എന്താ പറയാ പ്രൊട്ടക്ട് ചെയ്തില്ല എങ്കിൽ എന്ത് പറ്റും, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പൊ ഒരുപാട് ആബ്സെന്റ് ആകുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കാനും ടേൺ ഓവർ റേഷ്യോ അത് കുറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ട് എംപ്ലോയി ഹെൽത്ത് വളരെയധികം മെയിൻറ്റെയിൻ ചെയ്തേ മതിയാകും. സോ ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് അതാണ്. സെക്കൻഡ് വൺ, ടു റെഡ്യൂസ് ഓർഗനൈസേഷണൽ ഡിസാറ്റിസ്ഫാക്ഷൻ. ഓർഗനൈസേഷനിൽ രോഗങ്ങൾ ഇങ്ങനെ പെരുകി കഴിയുമ്പോൾ ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ കുറയും. മനസ്സിലായോ? കാരണം ഓരോ ഭാഗത്തുനിന്ന് ഓരോ ജോലിക്കാര് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് രോഗികളാകുന്നു, അത് പിന്നെ അടുത്ത ഭാഗത്തേക്ക് അങ്ങനെ. അപ്പൊ അവിടെ എന്തായി, അവർക്കൊരു തൃപ്തി കുറവ്. എങ്ങനെ നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്യും, ഹൗ വി വിൽ ഡു അവർ വർക്ക്, നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിന് പോറലേൽക്കാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ ഇവിടെ ജോലി ചെയ്യാൻ പറ്റും? കണ്ടോ, ആ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ, ഡിസ്കണ്ടന്റ്മെന്റ് അവരുടെ ഇതിലുണ്ട്. ഇതിനെയൊക്കെ കുറയ്ക്കാനും എംപ്ലോയീസ് ഹെൽത്തി ആണെങ്കിലോ അങ്ങനെ ഒരു ചിന്ത അവർക്ക് പറ്റില്ല. ഞാനിവിടെ ഓക്കെയാണ്, ഐ എം സെക്യൂർഡ് ഹിയർ, എനിക്ക് ഇവിടെ നല്ല ഫുൾ എന്താ പറയാ പ്രൊട്ടക്ഷൻ ഉണ്ട്, എന്റെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഓൾറെഡി എല്ലാവരും സാറ്റിസ്ഫൈഡ് ആകും. സോ അവർ സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി ആണെങ്കിൽ നല്ല ഔട്ട്പുട്ട് ഓർഗനൈസേഷന് ഉണ്ടാക്കാൻ സാധിക്കും. സോ സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? 1-2 പോയിന്റ് മനസ്സിലായോ? ക്ലിയർ ആണോ? ആണെങ്കിൽ യെസ് ഓർ നോ ഒന്ന് പറയണേ, ഒന്ന് തമ്പിടോ, ആരും തമ്പൊന്നും ഇടല്ലോ. ബട്ട് എനിഹൗ അടുത്ത പോയിന്റ് നമുക്ക് പറയാം, ടു ഡിക്രീസ് ദ ഒക്കറൻസ് ഓഫ് ജോബ് റിലേറ്റഡ് ഡിസീസ്. when the organization is taking necessary measures to protect employee health, they can reduce the job related issues or diseases. ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങള് വരാതിരിക്കാൻ ഉള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരം രോഗങ്ങൾ ഇല്ലാതാക്കാം. എന്ന് വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന ജോലി ചെയ്യുന്നു. ചില ആളുകൾ അത്തരം ജോലി, ഇപ്പൊ ചില എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൂടുതലും ഫാക്ടറീസിൽ ജോലി ചെയ്യുന്നവരാണ്. അവിടെ ഉണ്ടാകുന്ന പുക, പൊടിപടലങ്ങൾ ഇതെല്ലാം ഇൻഹെയിൽ ചെയ്ത് ശ്വസിച്ച് അവരെ ശ്വാസകോശ സംബന്ധമായ പല രോഗങ്ങളും ഉണ്ടാകുന്നു. അപ്പൊ അത് ഇങ്ങനെ 1 ദിവസം 2 ദിവസം 3 ദിവസം അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അത് ചിലപ്പോൾ വലിയ രോഗങ്ങളിലേക്ക് പോകും. പക്ഷെ ഇഫ് യു ആർ ടേക്കിംഗ് മെഷേഴ്സ് ടു പ്രിവെന്റ് ഓൾ ദീസ്, അതായത് ഇത്തരം ഡസ്റ്റിനെയും അതുപോലെ തന്നെ ഫ്യൂംസ്, ഗ്യാസസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അത് സ്പ്രെഡ് ചെയ്യുമ്പോൾ അതിനെയൊക്കെ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാനായിട്ട്, അതൊക്കെ ഇല്ലാതാക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ ഡിസ്പോസ് ചെയ്യാനുള്ള മെഷേഴ്സ് കൃത്യമായി സ്വീകരിച്ചാലോ വി ക്യാൻ പ്രൊട്ടക്ട് ദ ഹെൽത്ത് ഓഫ് എംപ്ലോയീസിന്റെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത്തരം ഡിസീസസിന്റെ അളവുകൾ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും, ഇല്ലാതാക്കാൻ സാധിക്കും. അപ്പൊ ടു ഡിക്രീസ് ദ ഒക്കറൻസ് ഓഫ് ജോബ് റിലേറ്റഡ് ഡിസീസസ്, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസുകളെ കുറയ്ക്കാനായിട്ട് എംപ്ലോയി ഹെൽത്ത് വേണം, പ്രൊട്ടക്ട് ചെയ്യണം. ക്ലിയർ ആയല്ലോ? മനസ്സിലായില്ലേ? നെക്സ്റ്റ് വൺ, ടു ഡിക്രീസ് ഡാമേജസ് ആൻഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. അതായത് എംപ്ലോയീസ് ഹെൽത്തി അല്ല എങ്കിൽ പലതരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാകുന്നു നമ്മൾ പറഞ്ഞു. എന്ന് വെച്ചാൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ആരോഗ്യം ശരിയല്ല, എന്ന് വെച്ചാൽ മെന്റൽ ആരോഗ്യമോ അല്ലെങ്കിൽ ഫിസിക്കൽ ആരോഗ്യമോ ഒന്നും ശരിയല്ല എങ്കിൽ നമ്മൾ വൈൽ വി ആർ ഡൂയിങ് അവർ ഡ്യൂട്ടീസ്, നമ്മുടെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഹെൽത്ത് ഓക്കെ അല്ലല്ലോ. അപ്പൊ ചിലപ്പോൾ ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ അല്ല അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള നമ്മളുടെ കയ്യിൽ നിന്ന് ചില തെറ്റുകളൊക്കെ വരാം. ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വല്ല മെഷീൻസിൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ഡാമേജ് ആയിരിക്കാം, അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള സർവീസസിൽ ഉണ്ടാകുന്ന അപകടമായിരിക്കാം, ഡാമേജ് ആയിരിക്കാം. ഓക്കെ, അങ്ങനെയുള്ള അപകടങ്ങളെ അല്ലെങ്കിൽ ഡാമേജസിനെ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഇത്തരം ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ഇത്ര അപകടം ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? തീർച്ചയായിട്ടും ചെലവ് വരും. ഇപ്പൊ ചിലപ്പോൾ ഒരു എന്താ പറയാ എംപ്ലോയീസ് കുറച്ചു പേർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്, ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ട്, എങ്കിലും അവര് ജോലിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ ജോലിക്ക് വരുന്നു എന്ന് വിചാരിക്കാം.
വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരുന്നു. പക്ഷെ എങ്കിലും അവര് ദേ ആർ ഫോഴ്സ്ഡ് ടു ഡു ദ ജോബ്. ജോലിക്ക് വരണമെന്നും ജോലി ചെയ്യണമെന്നും നിർബന്ധിതരായിട്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർ വരുന്നു, പക്ഷെ അവിടെ വെച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ വൈകാരിക കൊണ്ട് തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീഴ്ച വരുന്നു. അപ്പൊ ചിലപ്പോൾ ചില അപകടങ്ങൾ ഏതെങ്കിലും രീതിയിലൊക്കെ വന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പൊ അവിടെ ചെലവായി കണ്ടോ, ഓർഗനൈസേഷനിൽ വെച്ച് നടന്നതല്ലേ, തീർച്ചയായിട്ടും ഓർഗനൈസർ എംപ്ലോയർ അതിന്റെ എക്സ്പെൻസ് മീറ്റ് വേണ്ടി വരും. സോ അപ്പൊ അങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് കോസ്റ്റുകളൊക്കെ വർദ്ധിക്കും. പക്ഷെ ഈ എംപ്ലോയീസ് ആർ ഹെൽത്തി, ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് എല്ലാം ഹെൽത്തി ആണെങ്കിൽ ഇത്തരം കോസ്റ്റുകളും ഇത്തരം ഡാമേജസും ഒക്കെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കുമെന്നാണ്. ഓക്കെ, ടു ഡിക്രീസ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്റ്റ്. അതിന്റെ ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്റ്റ്, ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന ഒരുപാട് പല പല വീടുകളിൽ നിന്ന്, പല ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന്, ഡിഫറെന്റ് നേച്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾ തമ്മിൽ എല്ലാവരും കൂടി ഒരു റൂഫിന്റെ കീഴിൽ വന്ന് ജോലി ചെയ്യുമ്പോൾ പലതരത്തിലുള്ള എന്താ പറയാ ഇടർച്ചകൾ ഉണ്ടാകാം, അല്ലെ, കോൺഫ്ലിക്ട്സ്, തർക്കങ്ങൾ ഉണ്ടാകാം. നമ്മളുടെ ആശയങ്ങളും അവരുടെ ആശയങ്ങളുമായിട്ട് ഒത്തുപോകാതെ വരാം. സോ ദർ മേ ബി കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ദ എംപ്ലോയീസ്. ഇൻഡസ്ട്രിയിൽ ഒരുപാട് എംപ്ലോയീസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല മിസ്അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ടും ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാകാം. പക്ഷെ എംപ്ലോയീസ് എല്ലാം ഹെൽത്തി ആണ്. അവർ ഫിസിക്കലി, മെന്റലിയും അതുപോലെ സോഷ്യലിയും അവർ ഹെൽത്തി ആകുമ്പോൾ ഈ പറയുന്ന ഈ തർക്കങ്ങളോ അല്ലെങ്കിൽ ഇത്തരം തരത്തിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം കുറയ്ക്കാനൊക്കെ എംപ്ലോയീസ് ഹെൽത്തി ആണെങ്കിലേ പറ്റുള്ളൂ എന്നാണ് പറയുക. ക്ലിയർ ആയോ? അഞ്ചാമത്തെ പോയിന്റ് മനസ്സിലായോ? ഏതെങ്കിലും പോയിന്റ് പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ എടുത്ത് പറയണം. ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ ദ ഓർഗനൈസേഷൻ. ഇനി എംപ്ലോയീസ് ഹെൽത്തി ആകേണ്ടതിന്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ. ഓർഗനൈസേഷനിൽ എല്ലാവരും ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ട്, അച്ചടക്കമൊക്കെ പാലിക്കാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എംപ്ലോയീസ് ഹെൽത്തി അല്ല, അപ്പൊ ചിലപ്പോ വരുന്ന സമയമൊക്കെ മാറിപ്പോകും. നേരത്തെ പോകട്ടെ കണ്ടോ, അപ്പൊ അച്ചടക്കം അങ്ങോട്ട് എന്താ പറയാ താറുമാറാക്കും. നമ്മൾ വളരെ ഡീസന്റ് ആയിട്ട് എംപ്ലോയർ ഇന്ന പോളിസീസ് ഒക്കെയാണ്, ഡിസിപ്ലിൻ പോളിസി ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറെ ഡിസിപ്ലിനറി പോളിസീസ് ഒക്കെ ഫോം ചെയ്ത് വെച്ചിരിക്കുന്നു, ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നു. ആൻഡ് അങ്ങനെ നമ്മൾ പോയി അത് പാലിച്ചൊക്കെ പോകുന്നു. പക്ഷെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ടൈം, ഏതെങ്കിലും ഒരു സമയത്ത് ആ പറയുന്ന എന്താ പറയാ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പല ഇഷ്യൂസ് കൊണ്ട് എംപ്ലോയീസ് ഇൽ ഹെൽത്ത് ആകുന്നു, മെന്റലിയോ അല്ലെങ്കിൽ ഫിസിക്കലോ ഒക്കെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്നു. അങ്ങനെ വരുമ്പോ ആകെ ഈ പറഞ്ഞ ഡിസിപ്ലിൻ പോളിസി ഒക്കെ കാറ്റിൽ പറഞ്ഞ പോലെയാകും. കാരണം എന്താ, എംപ്ലോയീസ് ഓക്കെ അല്ല, ഹെൽത്തി അല്ല ഫിസിക്കലിയും മെന്റലിയും. അപ്പൊ ചിലപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ലേറ്റ് ആകും, അല്ലെ, ഇവിടെ എത്തുമ്പോഴേ ലേറ്റ് ആകും, ചെയ്യുന്ന ജോലി പതുങ്ങിയാകും, അല്ലെ, വയ്യായിക അങ്ങി തുങ്ങിയൊക്കെ ചെയ്യും. എനിക്ക് ഇത്തിരി വയ്യായിക. അപ്പൊ അതുകൊണ്ടാണ് അതായത് നമ്മള് ഉദ്ദേശിക്കേണ്ടത് നമുക്ക് ചെയ്യണം, മാക്സിമം നമ്മുടെ ഔട്ട്പുട്ട് കൊടുക്കണമെന്ന്. പക്ഷേ there are some situations when we are not feeling well. നമ്മൾ വയ്യായിക വന്നു, അസുഖങ്ങൾ വരുമ്പോ അത് നമ്മളെ എങ്ങനെ വന്നാലും ഏതെങ്കിലും രീതിയിൽ നമ്മളെ തളർത്തും. എന്ന് വെച്ചാൽ നമ്മൾ ഓക്കെ അല്ല, അതായത് ഫിസിക്കലിയും ഓക്കെ അല്ല എങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളെയൊക്കെ താറുമാറായി പോകും. സോ ഇറ്റ് വിൽ എന്താ പറയാ ഡിസ്റ്റർബ് ദ ഡിസിപ്ലിൻ ഇൻ ദ ഓർഗനൈസേഷൻ. അങ്ങനെ വരുമ്പോൾ എംപ്ലോയീസ് ഹെൽത്തി അല്ല എങ്കിൽ ഓർഗനൈസേഷന്റെ അച്ചടക്കത്തിന് വളരെയധികം ക്രമക്കേടുകൾ വരും. സോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഡിസിപ്ലിൻ ഓർഗനൈസേഷനിൽ. സോ ഇറ്റ് ക്യാൻ ബി പോസിബിൾ ഓൺലി ഇഫ് ദ എംപ്ലോയീസ് ആർ ഹെൽത്തി. എംപ്ലോയീസ് ഹെൽത്തി ആണെങ്കിലാണ് നമുക്ക് ഈ പറയുന്ന ഡിസിപ്ലിൻ ഒക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനും എംപ്ലോയീസ് ഹെൽത്തി ആയിരിക്കണം. ക്ലിയർ ആയോ? നെക്സ്റ്റ് വൺ, ടു ബൂസ്റ്റ് ദ മൊറേൽ ഓഫ് എംപ്ലോയീസ് ആൻഡ് എൻകറേജ് ദം. എംപ്ലോയീസിനെ ബൂസ്റ്റ് ചെയ്യാൻ എന്ന് വെച്ചാൽ എംപ്ലോയീസിന്റെ പെർഫോമൻസ്, എംപ്ലോയീസ് ബൂസ്റ്റപ്പ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൊറേൽ ബൂസ്റ്റപ്പ് ആകുക എന്ന് പറഞ്ഞാൽ അവരുടെ പല നല്ല കാര്യങ്ങൾ, അതായത് ഹാപ്പിനെസ്, ഇൻതൂസിയാസം, അതൊക്കെ ചേർന്നതാണ് ഈ മൊറൈൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ വി ഹാവ് ടു ഡു ഇറ്റ് മോർ ഇൻതൂസിയാസ്റ്റിക്. അതായത് വളരെ എന്താ പറയാ സ്മാർട്ടായിട്ട്, വളരെ ഇൻതൂസിയാസ്റ്റിക് ആയിട്ട്, വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ ജോലി ചെയ്യണം. അപ്പോഴാണ് അത് നല്ല ഫലങ്ങൾ ഉണ്ടാക്കുള്ളൂ, നല്ല റിസൾട്ട് തരുള്ളൂ. കഷ്ടപ്പെട്ട് ഇതൊന്നും ഇങ്ങനെ തീർത്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേറ്റ് പോയാൽ മതി എന്ന് വിചാരിച്ച് എന്തൊക്കെയോ വന്ന് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു പോകുന്നു. അപ്പൊ പിള്ളേർക്കൊന്നും കിട്ടൂല. എന്തൊക്കെയാണോ ടീച്ചർ പറഞ്ഞത്, ടീച്ചർക്കാണെങ്കിൽ വയ്യാണ്ട് ഒഴിക്കാണ്, അല്ലെ, ഒന്നും മനസ്സിലായില്ല, എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിട്ട് പോയി. എന്താവോ കിളി പോയ പോലെ പിള്ളേരൊക്കെ ഇരിക്കും, അല്ലെ. അത് പറ്റൂല. കാരണം വി ഹാവ് ടു ഗെറ്റ് ബെറ്റർ റിസൾട്ട്സ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടണം. ആ നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ എംപ്ലോയീസ് നല്ല ഇഷ്ടത്തോടെ, കഷ്ടപ്പെട്ടല്ല ഇഷ്ടത്തോടെയാണ് ജോലി ചെയ്യേണ്ടത്. ഏത് ജോലി അങ്ങനെയാ ചെയ്യേണ്ടത്. നമ്മള് കഷ്ടപ്പെട്ട് ചെയ്യാതെ ഇഷ്ടപ്പെട്ട് ചെയ്താൽ അതിന് നല്ല ഫ്രൂട്ട്ഫുൾ റിസൾട്ട് ഉണ്ടായിരിക്കും, നല്ല ഫലദായകമായ എന്താ പറയാ റിസൾട്ട് ആയിരിക്കും ഉണ്ടാകുക.
മനോഹരമായ റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് എങ്ങനെ പറ്റുള്ളൂ? എംപ്ലോയീസ് ഗുഡ് മൊറൈലുള്ളവരാണെങ്കിലേ പറ്റുള്ളൂ. അവരുടെ മാനസിക സ്ഥിതി, എംപ്ലോയീസിന്റെ ഹാപ്പിനെസ്, നല്ല ജോലി നന്നായി ചെയ്യാനുള്ള ആ ഒരു മോട്ടിവേഷൻ, ഇതെല്ലാം അവര് എൻകറേജ് ചെയ്യും. നമ്മൾ ഹെൽത്തി ആകുമ്പോൾ ഇതൊക്കെ പറ്റുള്ളൂ. അൺഹെൽത്തി ആകുമ്പോ അയ്യോ ഇന്നിപ്പോ തീരോ, ചെയ്യണോ, വേണ്ടേ, വയ്യാലോ എന്നൊക്കെ ആ ചിന്തകളൊക്കെ നമ്മളെ അലട്ടും. നമ്മളുടെ ഫിസിക്കൽ ഹെൽത്ത് നോക്കിയാൽ അതുകൊണ്ട് നമ്മൾ തളരും. മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ മരുന്നിന്റെ കൂടി തളർച്ച, കൂടാതെ നമ്മുടെ രോഗത്തിന്റെ കൂടി തളർച്ച. ഓക്കെ, അപ്പൊ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ബൂസ്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് സഹായിക്കും വെൻ ദ എംപ്ലോയീസ് ആർ ഹെൽത്തി. എങ്ങനെയാണെങ്കിൽ എംപ്ലോയീസ് ഹെൽത്തി ആണെങ്കിൽ. ക്ലിയർ ആയോ 7th പോയിന്റ്? ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. നെക്സ്റ്റ് വൺ, ടു എൻഹാൻസ് വർക്കേഴ്സ് ഇഫക്റ്റീവ്നെസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. വീണ്ടും ഇതൊക്കെ തന്നെ ഒന്നും കണക്റ്റഡ് ആണ്. എംപ്ലോയീസ് ഹെൽത്തി ആണെങ്കിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാം, ഇഫക്റ്റീവ്നെസ്, വളരെ കാര്യക്ഷമതയോടെ നന്നായി അവർക്ക് ജോലി ചെയ്യാൻ പറ്റും. ഹെൽത്തി ആണെങ്കിലേ പറ്റുള്ളൂ. അൺഹെൽത്തി ആണെങ്കിൽ നല്ല രീതിയിലുള്ള ഇഫക്റ്റീവ് ആയിട്ട് അവർ ജോലിയും ചെയ്യില്ല. അതനുസരിച്ച് അപ്പൊ എന്ത് ചെയ്യും? പ്രൊഡക്ടിവിറ്റിയും കുറയും. അപ്പൊ ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റിയും അതുപോലെ തന്നെ അവരുടെ ഇഫക്റ്റീവ്നെസ്സും വർദ്ധിപ്പിക്കാൻ എംപ്ലോയീസ് ഷുഡ് ബി ഹെൽത്തി. എംപ്ലോയീസ് ഹെൽത്തി ആയിരിക്കണം, നിർബന്ധമാണ്. And the last one, to encourage and assist employees so that they can work for a longer time. അതായത് എംപ്ലോയീസ് ഹെൽത്തി ആയിരുന്നാൽ അവരെന്ത് ചെയ്യും? അവർക്ക് ഇപ്പൊ നമ്മൾ എംപ്ലോയീസ് ഹെൽത്തി ആകാനുള്ള എല്ലാ മെഷേഴ്സും എടുത്തിട്ടാണ് ആ ജോലി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വീണ്ടും പറയാം, ഫാക്ടറീസിലൊക്കെ ജോലി ചെയ്യുന്നവര് ആ ജോലിക്ക് വേണ്ടി അവരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഓക്കെ നിങ്ങൾ വന്ന് ചെയ്തോ, പക്ഷേ അവരത് നോക്കും. നമ്മൾ ഈ ജോലി ചെയ്യുന്നത് കൊണ്ട് അയ്യോ ഇന്നത് ഉപയോഗിച്ചിട്ടാണല്ലേ ജോലി ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്, കുറെ പുകയൊക്കെ അവിടെ നിന്ന് ശ്വസിച്ച് യു മേ ഗെറ്റ് ഇൽ അല്ലെ, നിങ്ങൾ വയ്യായിട്ട് ഒരു രോഗിയായി മാറും കാരണം ആ വിഷവാതകമൊക്കെ ശ്വസിച്ച് എന്നൊക്കെ പറയുമ്പോൾ ആളുകളൊക്കെ നമ്മളോട് പറയും ഇങ്ങനെയൊക്കെയാണ്, ഇതിന്റെ ആഫ്റ്റർ എഫക്ട് ഇങ്ങനെയാണ്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. ചില ജോലിക്ക് പോകാൻ പറയും എപ്പോഴും നിൽക്കണം, നിന്ന് വേറെ വല്ല അസുഖം വരും കേട്ടോ, അല്ലെ ഡിസ്ക് കംപ്ലൈന്റ് വരും, കാലില് വേറെ കാര്യം വരും, അങ്ങനെയൊക്കെ പല ആളുകളും പല ജോലികളെ കുറിച്ച് പറയുമ്പോൾ നിന്നുകൊണ്ടുള്ള ജോലി ഇരിക്കാൻ ഒരു ഇട പോലും ഒരു ദിവസത്തില് എന്താ പറയാ കൂടുതൽ മണിക്കൂറും നിന്നിട്ടാണ് ജോലി ചെയ്യേണ്ടത്. കിടക്കുമ്പോ രാത്രി ഒന്ന് ഉറങ്ങാൻ പോകുമ്പോൾ മാത്രമാണ് കിടക്കുക. അപ്പൊ മണിക്കൂറുകളോടെ നിന്നിട്ട് ജോലിയാ. അപ്പൊ യു മേ ഗെറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അൺഹെൽത്തി ഒരു ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അത് എന്താ പറയാ ഒരു പരിധി വരെ കുറച്ചു കഴിഞ്ഞാൽ അതിനെയൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ അവരെ ഹെൽത്തി ആക്കാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ എംപ്ലോയീസ് എത്ര കാലം വേണമെങ്കിലും ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യും. അല്ലെങ്കിൽ എന്ത് പറ്റും, കുറച്ച് നാൾ കഴിയുമ്പോൾ ജോലി ചെയ്ത് അവർ മടുക്കും, അവരുടെ ഹെൽത്തിന് യാതൊരു പ്രൊട്ടക്ഷനും ഇല്ല, സേഫ്റ്റി ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ഒഴിഞ്ഞു പോകും അല്ലെ. അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാനും എംപ്ലോയീസ് ഹെൽത്തി ആയിരിക്കും. സോ ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി ഹെൽത്ത്. എംപ്ലോയീസിന്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ ഈ കേട്ടത് മുഴുവനും. 9 പോയിന്റ് ഉണ്ട്. ക്ലിയർ ആയോ? 9 പോയിന്റും ക്ലിയർ ആയോ? ആ പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞിരിക്കുന്ന 9 പോയിന്റ്, 9 പോയിന്റിൽ 9 വെച്ചിട്ടൊന്നും ക്വസ്റ്റ്യൻ അല്ല. ചിലപ്പോൾ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് എംപ്ലോയീസ് ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്, ഏത് അല്ല എന്നൊക്കെ ചോദ്യം ചോദിക്കാനായിട്ട് ഇടയുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ടിക്കിട്ട് വെക്കുക പോയിന്റുകൾ. ഓക്കെ ഓക്കെ നെക്സ്റ്റ് വൺ, ആസ്പെക്ട്സ് ഓഫ് എംപ്ലോയി ഹെൽത്ത്. ഇനി എംപ്ലോയി ഹെൽത്തിന്റെ ചില പ്രധാനപ്പെട്ട ആസ്പെക്ടുകളാണ്. ഓൾറെഡി നമ്മൾ എംപ്ലോയി ഹെൽത്തിന്റെ കുറെ ആസ്പെക്ടുകളൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു. ഇനിയും നമ്മൾ അതിന്റെ എക്സ്പ്ലെയിൻഡ് ആയിട്ട് ചില സ്ഥലത്തൊക്കെ മെൻഷൻ ചെയ്തു പോയി, പക്ഷെ നമ്മൾ കുറച്ചുകൂടി എക്സ്പ്ലെയിൻഡ് ആയിട്ട് എന്താണ് ഈ ഓരോ ആസ്പെക്ട് എന്നും പറയാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എംപ്ലോയീസ് ഹെൽത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്ട്, പ്രധാനമായിട്ട് 3 ആസ്പെക്ട് ആണ്. ഒന്ന് മെന്റൽ ഹെൽത്ത്, ഒന്ന് ഫിസിക്കൽ ഹെൽത്ത്, ആൻഡ് ഓൾസോ ആസ് വി ഹാവ് ഡിസ്കസ്ഡ് ഏർലിയർ സോഷ്യൽ ഹെൽത്ത്. 3 ഹെൽത്തുകൾ എന്താ പറയാ നമ്മുടെ എംപ്ലോയി ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള ആസ്പെക്ടുകളാണ്. 3 ഹെൽത്ത് ഉണ്ട് കേട്ടോ. ഫിസിക്കൽ ഹെൽത്ത് നമുക്കറിയാം, ശാരീരികമായിട്ടുള്ള ആരോഗ്യം. മെന്റൽ ഹെൽത്ത് മാനസികപരമായിട്ടുള്ള ആരോഗ്യം. സോഷ്യൽ ഹെൽത്ത് സാമൂഹ്യപരമായിട്ടുള്ള ആരോഗ്യം. സാമൂഹ്യപരം എന്നായിരിക്കും. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അപ്പൊ സമൂഹത്തിൽ നമ്മൾ എങ്ങനെ, സമൂഹം എന്ന് പറയുന്നത് പുറത്തല്ല, ഓർഗനൈസേഷനിൽ നമ്മൾ ജോലി ചെയ്യുന്ന ഓർഗനൈസേഷൻ, ഫാക്ടറി ഓർ ഇൻഡസ്ട്രി, വട്ടവർ ഇറ്റ് മേ ബി, അവിടെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ അവിടെയുള്ള ആളുകളോട് എങ്ങനെ പെരുമാറുന്നു, ഹൗ വി ബിഹേവ്
ടുവേർഡ്സ്, അവരോട് എങ്ങനെ പെരുമാറുന്നു, അവരുമായിട്ട് നമ്മൾ എങ്ങനെ എന്താ പറയാ ഇന്ററാക്ട് ചെയ്യുന്നു, നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ്, ഓൾ തിങ്സ് ആർ ഇമ്പോർട്ടന്റ്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എപ്പോഴും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവര്, എപ്പൊ നമ്മളോട് എന്തെങ്കിലും ആരെങ്കിലും വന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് ദേഷ്യപ്പെട്ട് കയർത്ത് സംസാരിക്കുന്നവര്, സോ അത് ആ ഒരു ഡിസിപ്ലിനെയും അതുപോലെ തന്നെ ആ കമ്മ്യൂണിക്കേഷന്റെയും ആ ഒരു നല്ല ഇതിനെയൊക്കെ നശിപ്പിച്ചു കളയും. അപ്പൊ അതൊന്നും പാടില്ല. അങ്ങനെ വേണമെങ്കിൽ ഈ 3 ഹെൽത്തും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ടുകളാണ് നമ്മുടെ എംപ്ലോയീസ് ഹെൽത്തിന്. ഫസ്റ്റ് വൺ മെന്റൽ ഹെൽത്ത് ആണ്. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഇമോഷണൽ ഹെൽത്ത്. ഇമോഷണൽ ആണ്, മെന്റൽ മീൻസ് മാനസികമാണ്. പല കാര്യങ്ങളും നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ, നമ്മളിലേക്ക് വരുമ്പോൾ മെന്റലി ഇമോഷണലി നമുക്ക് ഫീലിങ്സ് ഉണ്ടാകും അല്ലെ. മേ ബി സന്തോഷമായിരിക്കാം, സങ്കടമായിരിക്കാം, ദേഷ്യമായിരിക്കാം, മറ്റേതെങ്കിലും വികാരങ്ങളായിരിക്കാം. ഇത് സ്വാഭാവികമാണ്, എല്ലാ എംപ്ലോയീസിനും ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇറ്റ്സ് ദ ഓർഗനൈസേഷൻ സിഗ്നിഫിക്കന്റ് എലമെന്റ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഓർഗനൈസേഷനിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് പ്രൊട്ടക്ഷൻ ഓഫ് എംപ്ലോയീസ് മെന്റൽ ഹെൽത്ത്. എംപ്ലോയീസിന്റെ മെന്റൽ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് മനസ്സിലായോ? അപ്പൊ മെന്റൽ ഹെൽത്ത് എന്തിനാ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഫിസിക്കലായിട്ട് അവർക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. എന്തെങ്കിലും അവർ യൂസ് ചെയ്യുന്ന മെഷീനറിയുമായിട്ട് അവർക്ക് എന്തെങ്കിലും അസുഖം വന്നു, അല്ലെങ്കിൽ അവർക്ക് പുക ശ്വസിച്ചിട്ട് വല്ല രോഗം വന്നു, ഇത് മാത്രം നമ്മൾ നോക്കിയാൽ പോരെ. അവരുടെ മെന്റൽ ഹെൽത്ത് അവർ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, നമുക്കത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അവർക്ക് ദുഃഖം വരുമോ, അവർക്ക് ദേഷ്യം വരുമോ, അവര് എന്താ പറയാ ഏതെങ്കിലും രീതിയിൽ ഇമോഷണലി ഡൗൺ ആയിക്കോട്ടെ, ഇറ്റ് നോട്ട് അഫക്ട്സ് ദ ഓർഗനൈസേഷൻ എന്ന് ചിന്തിക്കാൻ പാടില്ല. ഓർഗനൈസേഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ആണ് ഓരോ എംപ്ലോയീസിന്റെയും മെന്റൽ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇമോഷണൽ ഹെൽത്ത് കൂടിയാണ്. എന്ന് വെച്ചാൽ ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? മെന്റൽ ഹെൽത്ത് നമ്മുടെ ഉള്ളിൽ വരുന്നത് അല്ലെ, മാനസികപരമായിട്ടുള്ള ആരോഗ്യം. മാനസികപരമായിട്ടുള്ള അനാരോഗ്യം ഉണ്ടായാൽ എന്താ പ്രത്യേകത എന്നറിയോ? നമ്മൾ ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയതാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് റിയാക്ട് ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്നതെന്നും നമ്മളെ കുറിച്ച് എത്ര നന്നായി മറ്റുള്ളവർ മനസ്സിലാക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഈ മെന്റൽ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ മറ്റുള്ളവരുമായിട്ട് പെരുമാറാൻ പറ്റും, അവർ നമ്മളെ കുറിച്ചും നമ്മൾ അവരെ കുറിച്ചും എങ്ങനെ മനസ്സിലാക്കുന്നു, അതുപോലെ തന്നെ വാട്ട് ഈസ് അവർ എബിലിറ്റി ടു ഫേസ് ദ ലൈഫ് ചാലഞ്ചസ്. നമ്മൾക്ക് ആ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ചലഞ്ചസ് നമ്മളിലേക്ക് വന്നാലും നമ്മൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു, ഇതെല്ലാമാണ് ഒരു എംപ്ലോയിയുടെ മെന്റൽ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് മെന്റൽ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ മനസ്സിലാക്കുന്നു, നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ മനസ്സിലാക്കുന്നു, ഏതൊക്കെ ചലഞ്ചസ് നമ്മളിലേക്ക് വന്നാലും നമ്മൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു. ഓൾ ദീസ് തിങ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ മെന്റൽ ഹെൽത്തിൽ. മനസ്സിലായോ? അപ്പൊ മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ ഉണ്ടല്ല, വെറുതെ എന്തെങ്കിലും കുഞ്ഞു കാര്യം മതി നമ്മൾ അതീ പിടിച്ച് വെറുതെ സീൻ ഉണ്ടാക്കും. ഓക്കെ, അതൊക്കെ പതിവാണ്. അത് ഒരു എന്താ പറയാ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെല്ലാവർക്കും അങ്ങനെ പുറത്തേക്ക് വരും. നമ്മൾ എത്ര കൺട്രോൾ ചെയ്ത് പിടിച്ചാലെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ നമ്മൾ ഭയങ്കര സങ്കടപ്പെട്ട് വളരെ ഇമോഷണലി ഡൗൺ ആയിട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ ഒരു ചെറിയ കാര്യം നമ്മളിലേക്ക് വന്നാൽ ചിലപ്പോൾ നമ്മളത് റിയാക്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. നമുക്കൊരു മുൻകൂട്ടി വിധിക്കാൻ പറ്റില്ല ഹൗ ദേ വിൽ റിയാക്ട്. അത്തരം എംപ്ലോയീസ് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന്. മനസ്സിലായോ? അപ്പൊ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെയധികം പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട ഒന്നാണ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ. ഇനി മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഇത് കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഹാപ്പിനെസ്, ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായിട്ടുള്ള സന്തോഷം, സെൽഫ് എഫിഷ്യൻസി അല്ലെങ്കിൽ സെൽഫ് എഫിക്കാസി എന്ന് പറഞ്ഞാൽ സെൽഫ് എഫിഷ്യൻസി, സ്വയം പര്യാപ്തത. നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ആ ജോലിയിൽ ചെയ്യുന്നത്. ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം അല്ലെ, മറ്റുള്ളവരിൽ നിന്നും നമ്മൾ ആരെങ്കിലും ഒക്കെ നമ്മളെ വന്ന് അടിച്ചേൽപ്പിക്കുന്നതല്ലാതെ നമ്മൾ സ്വതന്ത്രമായിട്ട് നമ്മൾ ഓരോ ആക്ടിവിറ്റീസും ഓർഗനൈസേഷനിൽ എങ്ങനെ ചെയ്യുന്നു. കോമ്പറ്റീറ്റീവ്നെസ്, മറ്റുള്ളവര് ഓർഗനൈസേഷനിൽ വേറെയും എംപ്ലോയീസ് ഉണ്ട്, അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഐ ഹാവ് ടു ഡു ദിസ് എക്സ്ട്രാ. എനിക്ക് അവരുമായിട്ടൊരു മത്സരം പോലെ, മത്സരമൊന്നും ഇല്ല ശരിക്കും ബിസിനസ്സിൽ, പക്ഷെ എങ്കിലും അവരുടെ ഈഗോ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആളുകൾ അവരിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് കുറച്ചുകൂടി മുൻനിരയിൽ വരാനും എഫിഷ്യൻസി കൂടുതൽ പ്രകടമാക്കാനും ഒക്കെ ശ്രമിക്കുന്നവരുണ്ട്. അപ്പൊ അതിനെ ഫേസ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ കപ്പാസിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഇന്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ കേപ്പബിലിറ്റി, ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ഇമോഷണൽ ആയിട്ടുള്ള അതുപോലെ തന്നെ അവരുടെ എന്താ പറയാ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഓരോ കപ്പാസിറ്റീസ് മനസ്സിലാക്കാൻ പറ്റും. അതും പറ്റണം. ഇതൊക്കെയാണ് ഒരു എംപ്ലോയിയുടെ മെന്റൽ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് വികാരങ്ങൾ ചേർന്നതാണ്. മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നത്, അവര് നമ്മളെ കുറിച്ച് ഓർക്കുന്നത്, അവരെ നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അവരുടെ എന്താ പറയാ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും മനസ്സിലാക്കാനുള്ള കഴിവ്, all these things are included in mental health. Mental health also, if the mental health is not okay,
ഈ എംപ്ലോയീസിന്റെ മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ ഇറ്റ് അഡ്വേഴ്സ്ലി അഫക്ട് ദ എംപ്ലോയേഴ്സ് ആൻഡ് ദ ഓർഗനൈസേഷൻ. എംപ്ലോയീസ് ഹെൽത്തി അല്ലെങ്കിൽ എന്ത് പറ്റും? എംപ്ലോയീസ് മെന്റലി ഹെൽത്തി അല്ല എങ്കിൽ എന്ത് പറ്റും? അത് എംപ്ലോയറിനെ അത് നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുക. കാരണം അവർ മെന്റലി ഹെൽത്ത് അല്ല, അല്ലെങ്കിൽ മെന്റലി ഹെൽത്തി അല്ല അവര്. അങ്ങനെയുള്ള സാഹചര്യത്തില് എംപ്ലോയർമാർ ആരാണോ, അതായത് മുതലാളി, അതായത് തൊഴിലാളിയെ നിയമിക്കുന്നവരാണ്, എംപ്ലോയേഴ്സ് ആരാണോ, അവര് പലതരത്തിലുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഓർഗനൈസേഷനും അതുപോലെ തന്നെ എംപ്ലോയേഴ്സും എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും? ഹൈ ആബ്സെന്റിസം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേര് ലീവ് ആകും. മെന്റലി ഹെൽത്ത് അല്ലെങ്കിൽ എനിക്ക് എന്താ പറയാ, ഒരു മെന്റൽ അറ്റാച്ച്മെന്റ് അവിടെ ഓർഗനൈസേഷനിൽ ഇല്ല, മറ്റാരുമായിട്ട് എനിക്ക് ഇടപഴകാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് എന്താ പറയാ, മെന്റൽ ഡിസ്ട്രക്ഷൻസ് സംഭവിക്കുന്നു അവിടെ ഓർഗനൈസേഷനിൽ പോകുമ്പോൾ. അപ്പൊ എനിക്കൊന്ന് പോവണ്ട. അപ്പൊ ആഴ്ചയിൽ 5 ദിവസം ജോലിക്ക് പോകണം, അല്ലെങ്കിൽ 6 ദിവസം പോകണമെങ്കിൽ ഞാൻ 2 ദിവസം പോകുന്നുള്ളൂ. കണ്ടോ? അപ്പൊ കുറെ ലീവുകൾ വരുന്നു. ഒരുപാട് എംപ്ലോയീസിനെ അങ്ങനെ എഫക്ട് ചെയ്താൽ പിന്നെ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? പ്രൊഡക്ഷൻ കുറയും. എംപ്ലോയീസ് മര്യാദയ്ക്ക് ഒന്ന് ജോലി ചെയ്തില്ലെങ്കിൽ പ്രൊഡക്ഷൻ കുറയും. മാത്രമല്ല അസോസിയേറ്റഡ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. പ്രൊഡക്ഷൻ നടന്നാലും നടന്നില്ലെങ്കിലും ദ ബിസിനസ് ഈസ് ഗോയിങ് ഓൺ, അല്ലെ? ഇൻഡസ്ട്രി അതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉണ്ടാകുന്ന ചെലവുകളും, ഇപ്പൊ കുറെ എംപ്ലോയീസ് വന്നില്ലെങ്കിലും ആ ചെലവുകളിൽ യാതൊരു കുറവുണ്ടാവില്ല. ആ ചെലവുകൾ അങ്ങനെ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇലക്ട്രിസിറ്റി ബില്ലിന്റെ കോസ്റ്റ്, വാട്ടറിന്റെ കോസ്റ്റ്, ഇതൊക്കെ അങ്ങനെ തന്നെ വരും. ഇഫ് ദ വർക്കേഴ്സ് ആർ നോട്ട് വർക്കിംഗ് ഓർ നോട്ട്, ജോലിക്കാർ വരുന്നില്ല, കുറെ പേര് ഒഴിവാണ് എന്ന് പറഞ്ഞാലും അത്തരം കോസ്റ്റ് ഒന്നും പറയുന്നില്ല. അഡീഷണൽ ഓപ്പറേഷണൽ കോസ്റ്റുകളൊക്കെ അല്ലെങ്കിൽ അതിന് ഇൻക്രീസ് ഉണ്ടാകുന്നു. മനസ്സിലായോ? പക്ഷെ കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പോൾ ഈ ചെലവുകളൊക്കെ ഉണ്ടെങ്കിലും ദർ ഈസ് നോ പ്രൊഡക്ഷൻ, പ്രൊഡക്ടിവിറ്റി കുറഞ്ഞേക്കാണ്. അങ്ങനെ വരുമ്പോഴാണ് കോസ്റ്റ് കൂടി നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ മെന്റൽ ഹെൽത്ത് അഡ്വേഴ്സ് ആയിട്ട്, അതായത് നെഗറ്റീവ് ആയിട്ട് ആരെയൊക്കെ ബാധിക്കുന്നുണ്ട്? എംപ്ലോയേഴ്സിനെയും ഓർഗനൈസേഷനെയും ബാധിക്കുന്നുണ്ട്. ഏതൊക്കെ രൂപത്തിൽ? ഹൈ ലെവൽസ് ഓഫ് ആബ്സെന്റിസം, ലെസ് പ്രൊഡക്ഷൻ, ഇൻക്രീസ് ഇൻ അസോസിയേറ്റഡ് കോസ്റ്റ്. ക്ലിയർ ആയോ? 2 കുഞ്ഞു പാരഗ്രാഫാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ ആയോ? ആയോങ്കിൽ പറയാ. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അതില് ഫസ്റ്റ് സെന്റൻസ് മാത്രമല്ല, ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് ഇമോഷണൽ ഹെൽത്ത് എന്നുകൂടി ഉണ്ട്. അത് രണ്ടും കൂടി ഒറ്റ സെന്റൻസ് ആയിട്ട് വായിച്ചാൽ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇമോഷണൽ ഹെൽത്ത് വരെ. അടുത്ത പാരഗ്രാഫ് ഫുൾ ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അടുത്ത പാരഗ്രാഫ്. കാരണം അതിനകത്ത് 2 കാര്യങ്ങളാണ് പറഞ്ഞേക്കണേ. മെന്റൽ ഹെൽത്ത് എന്തൊക്കെയാണ്? മെന്റൽ ഹെൽത്ത്, ഇൻഡിവിജ്വൽ ഹാപ്പിനെസ്, സെൽഫ് എഫിക്കസി, ഇൻഡിപെൻഡൻസ്, കോമ്പറ്റീറ്റീവ്നെസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മറ്റേത് പറഞ്ഞിരിക്കുന്നത് എംപ്ലോയീസ് ഹെൽത്ത് എങ്ങനെ ബാധിക്കും? എംപ്ലോയർമാരെയും ഓർഗനൈസേഷനെയും അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കും, നെഗറ്റീവ് ആയിട്ട് ബാധിക്കും എന്ന് പറഞ്ഞിട്ട് 2-3 കാര്യം പറഞ്ഞിട്ട്. ഹൈ ലെവൽസ് ഓഫ് ആബ്സെന്റിസം, ലെസ് പ്രൊഡക്ഷൻ ആൻഡ് ഇൻക്രീസ് ഇൻ അസോസിയേറ്റഡ് കോസ്റ്റ്. അതും അണ്ടർലൈൻ ചെയ്യണം. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കാം അത്രയും ഭാഗം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയാൽ 2 പാരഗ്രാഫ്. കിട്ടിയോ? കിട്ടിയില്ലേ? പറഞ്ഞോട്ടെ അടുത്തത്. So, if the employees are not healthy, it also negatively affects their job performed by them. ഇനി മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ല എങ്കിൽ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി മറ്റൊന്നിനെ കൂടി ബാധിക്കുന്നുണ്ട്. എങ്ങനെയാണ്? ജോബ് പെർഫോംഡ് ബൈ ദം. നമ്മളുടെ ഞാൻ ചെയ്യുന്ന ജോലിയെ അത് ബാധിക്കും. ഞാൻ മെന്റലി ഓക്കെ അല്ല. രാവിലെ വന്നപ്പോൾ മുതൽ എനിക്ക് മെന്റൽ എന്താ പറയാ ഡിസ്റ്റർബൻസ് തരുന്ന എന്തെങ്കിലും വാർത്ത കേട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടു, നമ്മുടെ ഓഫീസിൽ നിന്ന്, നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്ന് നമുക്ക് അത്തരം മോശമായ എന്തെങ്കിലും ഒരു അനുഭവം, മെന്റലി നമ്മളെ ഡൗൺ ആക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ന്യൂസോ എന്തെങ്കിലും ഒരു കാര്യം നമ്മളിലേക്ക് വന്നു. അപ്പൊ അന്നത്തെ ദിവസം പോയി കിട്ടും, അല്ലെ? നമ്മൾ പറയാറില്ല, ഹോ മനുഷ്യൻ രാവിലെ തന്നെ വളരെ സന്തോഷിച്ചെടുക്കാൻ നല്ല രീതിയിൽ ജോലി ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു വന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എന്തെങ്കിലും ഒരു ന്യൂസ് നമ്മളെ കുറിച്ചോ, അല്ലെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യപ്പെടുന്ന മറ്റേതെങ്കിലും ഒരു മാറ്ററിലേക്ക് നമ്മളുടെയും കൂടി പേര് വന്നതോ ഒക്കെ നമ്മുടെ ശ്രദ്ധയിൽ, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും അറിയിച്ചു.
സോ വി വിൽ ബിക്കം ഡൗൺ. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഡൗൺ ആയി പോകും. നമ്മൾ വളരെ ആഗ്രഹിച്ച് നല്ല രീതിയിൽ ക്ലാസ് ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയാണ് അത് നമ്മളുടെ ചെയ്യുന്ന ജോലിയെ ബാധിക്കും. എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ആ മനസ്സിൽ അത് കിടക്കണം, അയ്യോ എന്നാലും അങ്ങനെ വന്നേ, എങ്ങനെയാണ്, ഇത് ആരാണ്, എന്താണെന്നൊക്കെ ഉള്ള ഒരു ചിന്ത ഇങ്ങനെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. സോ ആ ഡിസ്റ്റർബൻസ് വിൽ റിഫ്ലക്ട് ഇൻ അവർ ജോബ്. തീർച്ചയായിട്ടും അത് നമ്മുടെ ജോബിൽ റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് ലീഡ്സ് ടു സ്ട്രെസ്. അങ്ങനെ വരുമ്പോൾ മെന്റലി ഇങ്ങനെ ഡൗൺ ആയി നമ്മൾ അതൊരു സ്ട്രെസ്സിലേക്ക്, അതുപോലെ ഡിപ്രഷൻ, വിച്ച് ഈസ് എ സീരിയസ് പ്രോബ്ലം. ഇത് മിക്ക വർക്ക് പ്ലേസിലും ഇന്ന് എംപ്ലോയീസ് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള സ്ട്രെസ് അതൊരു മേജർ പ്രോബ്ലം തന്നെയാണ്. അപ്പൊ മെന്റൽ ഹെൽത്ത് എപ്പോഴും എംപ്ലോയീസിന്റെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതല്ല എങ്കിൽ അത് ഓർഗനൈസേഷനെ ബാധിക്കും, എംപ്ലോയറിനെ ബാധിക്കും, ജോലിക്കാര് ചെയ്യുന്ന ജോലിയെയും ബാധിക്കും. ക്ലിയർ ആയോ? ആ പാരഗ്രാഫ് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കേട്ടാ. ഫസ്റ്റ് സെന്റൻസ് ഉള്ളൂ ഈ പാരഗ്രാഫിലെ. The mental health of employees is negatively influenced by the job performed by them. ഇനി വേരിയസ് ജോബ് റിലേറ്റഡ് ഫാക്ടേഴ്സ്, നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രധാനപ്പെട്ട ഘടകങ്ങൾ, അതായത് എംപ്ലോയീസിന്റെ എന്താ പറയാ സൈക്കോളജിക്കൽ ആ ഒരു സൗണ്ട് ഒന്നേ, ഇത് സൗണ്ട് ഒന്നല്ല, ഫൗസിയാന ആണോ സൗണ്ട് വന്നത്? ഞാൻ മ്യൂട്ട് ചെയ്തേ. നല്ല നല്ല പേരുകളാണ്, പക്ഷെ വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പേരുകള്. സൗണ്ട് ഒന്ന് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്, സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ ഇപ്പൊ പറയുന്നതൊക്കെ? എന്തോ ഒരു പെട്ടെന്നൊരു സൗണ്ട് കയറിയേ, അതുകൊണ്ടാണ് ഞാനത് മ്യൂട്ട് ചെയ്തത്. മ്യൂട്ട് ചെയ്യാൻ മറന്നുപോയിരുന്നു. ഓക്കെ, പെട്ടെന്ന് ഇത് ചെയ്യാലോ എന്ന് വിചാരിച്ചത്. കാരണം ഇച്ചിരി വയ്യായ്ക ഉള്ളത് കൊണ്ടേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഔട്ട്പുട്ട് കിട്ടുമെന്ന് എനിക്കും ഒരു സംശയം. അതുകൊണ്ട് ഞാൻ 2 മിനിറ്റ് നേരത്തെ അങ്ങോട്ട് പഴയതിലേക്കൊന്നും പോകാതെ നേരെ ക്ലാസ്സുകളിലേക്കാണ് എന്താ പറയാ എൻറ്റർ ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ ആണോ? നിങ്ങളൊക്കെ ആണോ? സന്തോഷാണോ? വയ്യായ്കയൊന്നും ഇല്ലല്ലോ? ക്ലൈമറ്റ് ചേഞ്ചസ് വളരെ നന്നായിട്ട് ഇവിടെയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഭയങ്കര വെയിലത്ത് നിന്ന് പിന്നെ പെട്ടെന്ന് ഒരു മഴയൊക്കെ വന്നു. ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് രണ്ടും നന്നായിട്ട് ഏറ്റിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് വയ്യായ്ക വന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട്, അതായത് എംപ്ലോയീസിന്റെ സൈക്കോളജിക്കൽ ആ മെന്റൽ ഹെൽത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഓർഗനൈസേഷനിൽ ഉണ്ടാകാറുണ്ട്. ചില പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് ഇനി മെൻഷൻ ചെയ്യുന്നത്. ടൈം കൺസ്ട്രെയിൻസ് എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഓവർലോഡ്, അത് ജോലി ഭയങ്കര എന്താ പറയാ ഓവർ ടൈം പോലെ ഒരു മണിക്കൂറുകളോളം ഇത്ര മണി മുതൽ ഇത്ര മണി വരെ അത്രയും കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഡ്യൂറേഷൻ മുഴുവൻ ജോലി ചെയ്യുന്നത് ചില ആളുകളെ മെന്റലി എന്താക്കും, ഡിപ്രസ്ഡ് ആക്കും. അല്ലെ, ഇത്ര മണിക്കൂറൊക്കെ ജോലി ചെയ്യുക, അതൊരു സ്ലോ റിലാക്സേഷൻ, ഒരു അതിനിടയ്ക്ക് ഒന്ന് ആശ്വാസിക്കാനോ അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാനോ ഒന്നും സമയമില്ലാതെ കണ്ടിന്യൂസ് വർക്കാണ്. വർക്കിലോട് ചാവോട്ടിക് വർക്ക്, കുറെ തകിടം മറിഞ്ഞ ജോലികൾ, ആ ജോലി അതിൻ്റെ ഉള്ളിൽ ഈ ജോലി വേറെ ജോലി, ഒരേ ടൈപ്പ് ഓഫ് ജോലി ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് വരില്ല, കുറെ സ്ട്രെസ് ഒക്കെ വരില്ല. കാരണം ഒരേ സമയം പല പല ജോലികൾ, അത് ഒന്നും എന്താ പറയാ കംപ്ലീറ്റഡ് അല്ല. അപ്പൊ തകർന്ന് മറിഞ്ഞു കിടക്കുക. ചവിട്ടിക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ താറുമാറായ ജോലി എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ താറുമാറായ ജോലി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എല്ലാം ചെയ്യുന്നത് പകുതിയാക്കി. അത് അവിടെ കംപ്ലീറ്റ് ചെയ്തോ? ഇല്ല. ഇപ്പഴത്തെ ചെയ്തോ? ഇല്ല. കാരണം ഒരുപാട് വർക്കുകൾ എല്ലാം കൂടി തലയിൽ എടുത്തു വെച്ചിരിക്കുന്നു. കണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളിലും നമ്മൾ മെന്റലി നമുക്ക് ഡിസ്റ്റർബ്ഡ് ആകും. പിന്നെ എക്സസ് റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ ഒന്നല്ല, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു ഉത്തരവാദിത്വം ആണെങ്കിലും ഓക്കെ, നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. പക്ഷെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, നീ അത് ചെയ്യണം, അത് നോക്കണം, ഇതും നീ തന്നെ ചെയ്യേണ്ട ജോലിയാണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുക. അപ്പോഴും മെന്റൽ ഡിസോർഡർ ആകും നമ്മുടെ. ഓക്കെ, പിന്നെ ബോറിംഗ് വർക്ക്, ചെയ്യുന്ന ജോലിയിൽ ഒരു താല്പര്യമില്ല, ഭയങ്കര ബോറടിക്കുന്ന ജോലി, ഇതൊരു രക്ഷയില്ല. ഒരു കാര്യം കൊണ്ട് നമുക്കതിനെ എന്താ പറയാ ആസ്വദിച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ജോലികൾ. അതുപോലെ തന്നെ ഷിഫ്റ്റ് ബേസ്ഡ് ജോബ്, ഷിഫ്റ്റിലൊക്കെ വരുന്ന ജോബില്ലേ, ചില സമയത്ത് കാലത്ത് ഇത്ര മണി തുടങ്ങി ഇത്ര മണി വരെ, പിന്നെ ചിലപ്പോൾ നൈറ്റ്. കണ്ടോ? അത് ചില ആളുകളിൽ ചില മെന്റൽ ഡിപ്രഷൻസ് ഒക്കെ ഉണ്ടാക്കും. ചില ആളുകൾ നൈറ്റ് ഒക്കെ ഒരുപാട് നേരം നിന്ന്, നൈറ്റിലാണെങ്കിൽ ചില ഓർഗനൈസേഷനിൽ വലിയ കാര്യമായിട്ട് ജോലി ഉണ്ടാവില്ല, പക്ഷെ ചിലർക്ക് കൂടുതൽ ജോലികൾ ഉണ്ടായിരിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞൊക്കെ വരുമ്പോൾ
അതും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ മാത്രമല്ല വർക്കിംഗ് അണ്ടർ പ്രഷർ, നല്ല പ്രഷറോടുകൂടി ജോലി ചെയ്യാം. എങ്ങനെ പ്രഷർ? എംപ്ലോയറിന്റെ ഭാഗത്തു നിന്നുള്ള പ്രഷർ ആകാം, അല്ലെ, നീ ഇത് ചെയ്യണം, ചെയ്ത് തീർത്തിട്ടേ നിനക്ക് ഇനി ബാക്കി കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയാ ഒരു ഇതിനകത്ത് വെച്ചിട്ട് എല്ലാം കൂടി അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള ജോലികൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. വർക്ക് ഓവർലോഡ്, ഇതെല്ലാം എന്താ പറയാ എംപ്ലോയീസിന്റെ സൈക്കോളജിക്കൽ ഹെൽത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. മനസ്സിലായോ? എംപ്ലോയീസിന്റെ ഹെൽത്തിനെ സൈക്കോളജിക്കൽ ഹെൽത്ത് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ വെൽബീയിങ്ങിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ജോബ് റിലേറ്റഡ് ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞതെല്ലാം. ടൈം കൺസ്ട്രെയിന്റ്, chaotic work, excess responsibilities, boring work, shift-based job, working under pressure and workload. ആ സെന്റൻസ് വെരി ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യാം. ചെയ്തോ? ഓക്കെ. അപ്പൊ എന്താണ് അങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, ഇത്തരം സൈക്കോളജിക്കൽ അല്ലെങ്കിൽ നമ്മളുടെ മെന്റൽ ഹെൽത്ത് ഉണ്ടായി കഴിയുമ്പോൾ ഈ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടാകും. ഇത്തരം ഫാക്ടേഴ്സ് വിൽ ലീഡ് ടു ബേൺ ഔട്ട്സ്, ഹോപ്പ്ലെസ്നെസ്, സ്ലീപ്ലെസ്നെസ്, പിന്നെ എക്സേർഷൻ, ബോർഡം. കണ്ടോ? ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ എന്ത് പറ്റും? നമുക്ക് വലിയ താല്പര്യമില്ല, അല്ലെ, നിരാശ. മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാകും. ബേൺ ഔട്ട്, ആൾക്കാരൊക്കെ എന്താ പറയാ നമ്മളുടെ ഒരു തരം വർക്കേഴ്സിന് ഫീൽ ചെയ്യുന്ന ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ, അതിനെയാണ് ബേൺ ഔട്ട് എന്ന് വിളിക്കുക. ചെയ്യുന്ന ജോലിയോട് ഒരു താല്പര്യം ഇല്ലാണ്ട് ആരോ നിർബന്ധിച്ച് അടിച്ചേൽപ്പിച്ച് ചെയ്യിപ്പിക്കുന്നത് പോലെ ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, അല്ലെ. എന്ത് ജോലിയും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യണം. മറ്റുള്ളവരുടെ എന്താ പറയാ പ്രഷറില് അല്ലെങ്കിൽ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കത് അതിനോട് താല്പര്യം ഉണ്ടാവാതാകുക. അപ്പൊ മെന്റലി ഹെൽത്ത് ഓക്കെ അല്ല എങ്കിൽ അത്തരം ഫാക്ടേഴ്സ് ഉണ്ടാകുകയും അതനുസരിച്ച് നിരാശപ്പെട്ട ഒരു അനുഭവം അല്ലെങ്കിൽ ബേൺ ഔട്ട്സ്, അതായത് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ജോലി ചെയ്യല്, അതുപോലെ ഉറക്കമില്ലായ്മ, പിന്നെ ബോറടി, അതുപോലെ വേണ്ടാന്ന് വെക്കല്, ഇതൊക്കെ സംഭവിക്കും. എങ്ങനെയാണെങ്കിലും നമ്മുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലാതാകുമ്പോൾ ഉണ്ടാവുന്ന ഫാക്ടേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ. ക്ലിയർ ആയോ? അവിടെ നമുക്ക് അണ്ടർലൈൻ ചെയ്യാനില്ല, ആ ഫസ്റ്റ് സെന്റൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? നൗ ദ സെക്കൻഡ് ആസ്പെക്ട് ഓഫ് എംപ്ലോയി ഹെൽത്ത്. ഇനി എംപ്ലോയി ഹെൽത്തിന്റെ രണ്ടാമത്തെ ആസ്പെക്ട് ആണ് ഫിസിക്കൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്ത് പറഞ്ഞു, ഫിസിക്കൽ ഹെൽത്ത് ശാരീരികമായിട്ടുള്ള നമ്മളുടെ ഹെൽത്ത്. നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള വേദന, വയ്യായ്മകൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ എന്താ പറയാ നമ്മൾ പറയും അവർ ഇൽ ഹെൽത്ത് ആണെന്ന്, രോഗമാണ്, അല്ലെങ്കിൽ ബാഡ് ഹെൽത്ത് ആണെന്നൊക്കെ പറയും. അങ്ങനെ വരുമ്പോഴും നമ്മൾ ഡിസ്റ്റർബഡ് ആണ്. അപ്പൊ മെന്റൽ ഹെൽത്ത് മാത്രം പോരാ, ഫിസിക്കൽ ഹെൽത്തും നമുക്ക് ഗുഡ് ആയിരിക്കണം. അപ്പൊ ഇത് മീൻസ് ഫിസിക്കൽ വെൽബീയിങ്. ഒരു എംപ്ലോയീസിന്റെ ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ വെൽബീയിങ് ആണ്. എന്ന് വെച്ചാൽ ഫിസിക്കലി നമ്മൾ എല്ലാം നല്ല രീതിയിലാക്കുക. കാലിനും കൈക്കും ചെവിക്കോ വായിക്കോ അല്ലെങ്കിൽ കണ്ണിനോ കാഴ്ചക്കോ അങ്ങനെ ഒന്നും പ്രശ്നമില്ല, വളരെ ഒരു രോഗവും ഇല്ലാത്ത അവസ്ഥ, അതിനെയാണ് നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് എന്ന് വിളിക്കുക. പക്ഷേ when an employee is suffering from physical health, he also will quarrel or will be frustrated on tiny matters. ചെറിയ നിസ്സാര കാര്യം, നമ്മൾ നേരത്തെ മെന്റൽ ഹെൽത്ത് പറഞ്ഞതുപോലെ തന്നെ മെന്റൽ ഹെൽത്തിൽ ഓക്കെ അല്ലെങ്കിലും ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിലും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോ അതിനൊക്കെ എതിരെ പ്രതികരിക്കും. വേഗം നമ്മൾ എന്താ പറയാ ഫ്രസ്ട്രേറ്റഡ് ആകും, നമുക്ക് പ്രതികരിക്കാൻ തോന്നും. അങ്ങനെയല്ല, എനിക്ക് പറ്റില്ല, വയ്യായിയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ. കണ്ടോ? അപ്പൊ ഇതൊക്കെ വരുന്നത് ഉള്ളിൽ നിന്ന്. സോ ഫിസിക്കൽ എനർജി എന്ന് പറയുന്നത് ഓൾസോ വിൽ ഗിവ് നെഗറ്റീവ് ഇഫക്റ്റ്. നമ്മൾക്ക് ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഇൽ ഹെൽത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തോരം എഫക്റ്റീവ് ആയിട്ട് ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, പക്ഷെ അതെല്ലാം എന്ത് ചെയ്താണ് പോകും, ഡിക്രീസ് ചെയ്ത് പോകും. നമ്മുടെ ഉള്ള കഴിവ് മുഴുവൻ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല, ആ ഒരു അവസ്ഥയിലേക്ക് പോകും. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമോ? അതൊരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യണമെന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ ഇഷ്ടംപോലെ ജോലി ചെയ്യുന്നില്ലേ? ഇല്ലേ? എല്ലാവരും ജോലി ചെയ്യുന്നവരല്ലേ വീട്ടില്? നമ്മള് വളരെ ഒരു അസുഖമൊന്നുമില്ലാതെ വളരെ നല്ല ഫിസിക്കലി ഗുഡ് ആയിട്ടുള്ള ആയിരിക്കുന്ന സമയത്ത് നമ്മൾ വേഗം ചാടി എല്ലാ ജോലികളും വേഗം ചെയ്യും, അല്ലെ? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെറുപടേന്ന് എല്ലാ ജോലിയും ചെയ്യും. നമ്മൾ ഓഫീസിൽ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെയും ചെന്ന് നമ്മൾ വളരെ എനർജിക്കലായി ഹാപ്പി ആയിട്ട് മറ്റുള്ളവരെയും ഹാപ്പി ആക്കി നമ്മൾ ജോലി ചെയ്ത് തിരിച്ചു വീട്ടിൽ പോകും. വൈകുന്നേരം അതേപോലെ തന്നെ. അതിനിടയിൽ വേറെ ഒന്നും സംഭവിച്ചില്ല എങ്കിൽ എവറിഥിങ് വിൽ ബി ഓക്കെ. ആ ഒരു ദിവസം നമുക്ക് നല്ല ദിവസമായിട്ട് പറയാൻ പറ്റും. പക്ഷെ ഇതെല്ലാം ഡിസ്റ്റർബ്ഡ് ആകുന്നത് എപ്പോഴാ? മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിലും നമ്മൾ ഡിസ്റ്റർബ്ഡ് ആകും, ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിലും
വയ്യായിക വന്നു, എഴുന്നേക്കാൻ ചിലപ്പോ എന്താ പറയാ വയ്യായിക കൊണ്ട് ചിലപ്പോ എഴുന്നേക്കാൻ വൈകിപ്പോയി. അപ്പൊ നമ്മൾ ആകെ തിക്കും തിരക്കുമാക്കി അല്ലെ, ചെയ്യാൻ ഉദ്ദേശിച്ച അപ്പൊ ഉണ്ടാക്കാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഫ്ലോപ്പ് ആയി പോയി. അവിടെ എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ വാരിക്കൂട്ടിയിട്ട് അത് വായിക്ക് കൊള്ളാത്ത പോലെ ആയിപ്പോയി. കാരണം എന്താ, നമ്മള് ഒന്ന് വയ്യായിക കൊണ്ട് ഇച്ചിരി നേരം കൂടി കിടന്നുപോയി. രാവിലെ എഴുന്നേറ്റിട്ട് തിക്കും തിരക്കും വന്ന് ആളുകൾക്കൊക്കെ ജോലിക്ക് പോകേണ്ടവർക്ക് പോകണം, കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, അച്ഛനമ്മയ്ക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന സമയത്തിന് അവർക്ക് സമയം എന്ന് പറയുന്നത് പങ്ക്ച്വൽ ആയിരിക്കും. വളരെ കൃത്യനിഷ്ഠയുള്ള ആൾക്കാരാണ് വയസ്സായി കഴിയുമ്പോൾ. കാരണം കൃത്യസമയത്തിന് കിട്ടിയില്ലെങ്കിൽ ഇനി എനിക്കിന്ന് വേണ്ട, അങ്ങനെയൊക്കെ പറയാറുണ്ട് ചില ആൾക്കാർ ഇല്ലേ, വയസ്സായവർക്ക് അത് അങ്ങനെയാണ്. സമയത്തിന് കിട്ടിയില്ലെങ്കിൽ ഓക്കെ ആ സമയം കഴിഞ്ഞു, സോ വി കനോട്ട് ഹാവ് ഇറ്റ്, ഇനി അത് പറ്റില്ല ആ രീതിയിലോ, അപ്പൊ അത് കൃത്യത്തിന് കൊടുക്കണം എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ നമ്മളതൊക്കെ കൃത്യമായി ചെയ്യും. പക്ഷെ ഏതെങ്കിലും ദിവസം നമുക്ക് വയ്യായ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കൊളായി പോകും. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിന് ചിലപ്പോൾ ഇച്ചിരി ഉപ്പ് കൂടാം, ചിലപ്പോൾ ഉപ്പില്ലാണ്ടിരിക്കാം, ടേസ്റ്റ് കുറയും. ഇതൊക്കെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് ഫിസിക്കൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അൾട്ടിമേറ്റ്ലി ഇറ്റ് ഓൾസോ റെഡ്യൂസസ് ദ കോൺഫിഡൻസ് ലെവൽ ഓഫ് ദ എംപ്ലോയീസ്. അങ്ങനെ ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറയും. ഇന്നത്തെ ക്ലാസ്സിൽ കയറിയപ്പോ രാവിലെ തുടങ്ങി വയ്യായിട്ട് ഇച്ചിരി ഒന്ന് കുറഞ്ഞു എന്ന് തോന്നുന്നു. കാലത്തത്തെ എനിക്ക് ഇച്ചിരി അത്ര കോൺഫിഡൻസ് ഉണ്ടായില്ല. രാവിലെ നമുക്കിപ്പോ ഒരു വായിട്ടലച്ചിട്ടുള്ള ഒരു ജോലിയാണല്ലോ അല്ലെ. അപ്പൊ നമുക്ക് ചുമയൊക്കെ ഇടയ്ക്ക് വന്നു കഴിയുമ്പോൾ ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പൊ നമ്മള് എത്രത്തോളം എനിക്ക് ചെയ്യാൻ പറ്റും, എന്താ പറയാ പ്രൊപ്പോർഷൻസ് തീർക്കാനുള്ളത് കൊണ്ടും അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ക്ലാസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വന്ന് ജോലിക്ക് ചെയ്യുമ്പോ അത് ഇടയ്ക്കിടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അത് ഒന്നാമത്തെ ഒരു ലൈവ് ക്ലാസ് ആണ്. സ്കൂളൊക്കെ അല്ലെങ്കിൽ ക്ലാസ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള നമ്മളുടെ എന്താ പറയാ ക്ലാസ് ആണെങ്കിൽ ഓഫ്ലൈനൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമില്ല, അവിടെ എന്തെങ്കിലും കാണിച്ചിരിക്കാം. പക്ഷെ ഇത് പറ്റില്ല, നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു സൗണ്ട് ബ്രേക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ല ഒരു ഇച്ചിരി സമയമൊക്കെ. അപ്പൊ അതൊക്കെ പേടിച്ചാണ് കയറിയത്. പക്ഷെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി ഫീലിംഗ് ബെറ്റർ ഇപ്പോ, കുറച്ചുകൂടി എനിക്ക് എനർജി വന്നു എന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. അപ്പൊ അങ്ങനെ നമ്മളുടെ കോൺഫിഡൻസിനെയും ബാധിക്കും ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ അവർ ഇമോഷൻസ്, ഇമോഷണൽ ഡിസ്റ്റർബൻസ്, ഇതെല്ലാം ഫിസിക്കൽ ഹെൽത്ത് കൊണ്ടും വരും. അപ്പൊ ഫിസിക്കൽ ഹെൽത്തും എന്തായിരിക്കണം, എംപ്ലോയീസിന്റെ ഗുഡ് ആയിരിക്കണം എന്നുള്ളത് വളരെ മസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എംപ്ലോയീസ് ഹെൽത്തിന്റെ ആസ്പെക്ട്സിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ് ഫാക്ടർ. മനസ്സിലായോ? ഫിസിക്കൽ ഹെൽത്ത് മനസ്സിലായോ? അതില് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. 1, 2 കേട്ടോ. ഫിസിക്കൽ ഹെൽത്ത് ഇറ്റ് മീൻസ് എന്നൊക്കെയാണ് കൊടുത്തേക്കണം. ഇറ്റ് ഒന്നും പറയാൻ പാടില്ല കേട്ടോ അവിടെ. ഫിസിക്കൽ ഹെൽത്ത് മീൻസ് ഫിസിക്കൽ വെൽബീയിങ് ഓഫ് എംപ്ലോയീസ്. അതിന്റെ കൂടെ ഇഫ് എ പേഴ്സൺ ഈസ് സഫറിംഗ് ഫ്രം ബാഡ് ഹെൽത്ത് ഹി ബിക്കംസ് ഫ്രസ്ട്രേറ്റഡ് ആൻഡ് quarrels on tiny matters. ആ 2 സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, തേർഡ് വൺ പറഞ്ഞോട്ടെ, പറയണ്ടല്ലോ. അപ്പൊ തേർഡ് ആസ്പെക്ട് ആണ് സോഷ്യൽ ഹെൽത്ത്. നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ഹെൽത്ത് നമ്മൾ കണ്ടു, മനസ്സിലായി, ശരീരത്തിന്റെ ആരോഗ്യം, ഒടിവും ചതവും മുറിവും പനി ചുമ അങ്ങനെ ഒന്നും ഇല്ലാതെ നല്ല ഒരു എന്താ പറയുക ആരോഗ്യത്തോടെ ഇരിക്കുന്നത് ഫിസിക്കൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മെന്റൽ ഡിസ്റ്റർബൻസസ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളുടെ മെന്റൽ സ്ട്രെങ്ത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള മാറ്റേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷൻസിനെ ബാധിക്കുന്ന ചില സംഗതികൾ വരുമ്പോഴും എന്താകും, എംപ്ലോയീസ് ഇൽ ഹെൽത്ത് ആകാറുണ്ട്. ആൻഡ് അനദർ വൺ ഈസ് സോഷ്യൽ ഹെൽത്ത്. ഈ ഒരു കോൺസെപ്റ്റ്, ഈ സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇറ്റ് വാസ് ഒറിജിനേറ്റഡ് ഡ്യൂറിംഗ് ദ ഇയർ 1947. 1947 എംപ്ലോയീസിന് ഇങ്ങനെ ഒരു ഹെൽത്തും കൂടി ഉണ്ടെന്ന് WHO കണ്ടെത്തിയത്. എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനിൽ വൈൽ ദ എംപ്ലോയീസ് ആർ വർക്കിംഗ് അവരുടെ ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ ആയിരിക്കണം, മെന്റൽ ഹെൽത്ത് ഓക്കെ ആയിരിക്കണം ടു ബെറ്റർ പ്രൊഡക്ടിവിറ്റി. ഒരു ഓർഗനൈസേഷന് നല്ല ഉത്പാദനം ഉണ്ടാക്കാൻ, നല്ല പ്രോഫിറ്റബിലിറ്റിയിൽ എത്തിക്കാൻ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഇമേജ് സമൂഹത്തില് ആ ഓർഗനൈസേഷനെ കുറിച്ച് കൊണ്ടുവരാൻ ഒക്കെ എംപ്ലോയീസിന് മെന്റൽ ഹെൽത്തും വേണം, ഫിസിക്കൽ ഹെൽത്തും വേണം എന്നിരിക്കെ അതിനു മുമ്പ് വരെ, അതായത് നമ്മുടെ 1947 മുമ്പ് വരെ ഈ 2 ഹെൽത്ത് മതിയായിരുന്നു. പക്ഷെ പിന്നീട് മനസ്സിലാക്കി WHO ഒരു ഹെൽത്ത് കൂടി ആഡ് ഓൺ ചെയ്തു. അവരാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത് 1947 എന്ത് സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. എന്ന് വെച്ചാൽ സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കാര്യം ആഡ് ഓൺ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു ഡിറ്റർമിനന്റ് ആണ്. ഒരു ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റിയെ അല്ലെങ്കിൽ ഉത്പാദനക്ഷമതയെ ബാധിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് സോഷ്യൽ ഹെൽത്ത് എന്ന് WHO ആഡ് ഓൺ ചെയ്തു. എന്ന് വെച്ചാൽ അവർ പറയുന്നു, അക്കോർഡിംഗ് ടു WHO അവരൊരു കാര്യം പറയുന്നുണ്ട്, ഇഫ് ദ ഇൻഡിവിജ്വൽസ് സോഷ്യൽ ഹെൽത്ത് ഈസ് ഗുഡ്, ഒരു എംപ്ലോയിയുടെ, ഒരു മനുഷ്യന്റെ സാമൂഹ്യപരമായിട്ടുള്ള ആരോഗ്യം നല്ലതാണെങ്കിൽ
then his overall health will also be good. ആളുടെ ഓവറോൾ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ, മൊത്തത്തിലുള്ള ആരോഗ്യവും നല്ലതായിരിക്കുന്നത്. നമ്മൾ എങ്ങനെ സമൂഹത്തിൽ നിൽക്കുന്നു, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നമ്മളുടെ ബോഡിയും ഒക്കെ എന്താ പറയാ, നമ്മുടെ മൈൻഡും ഒക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതെല്ലാം നന്നാകണമെങ്കിൽ നമ്മളുടെ സോഷ്യൽ ഹെൽത്ത് കൂടി ഗുഡ് ആയിരിക്കും. സോഷ്യൽ ഹെൽത്ത് ഗുഡ് ആണെങ്കിൽ then everything will be okay എന്നാണ് WHO പറയുന്നത്. അങ്ങനെയാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇങ്ങനൊരു കോൺസെപ്റ്റ് നമ്മളുടെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ ഹെൽത്തിനോടൊപ്പം ആഡ് ഓൺ ചെയ്തു. അങ്ങനെ എംപ്ലോയീസ് ഹെൽത്തിന്റെ ആസ്പെക്ടുകളായ ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്തിനോടൊപ്പം ഒരു ഹെൽത്ത് കൂടി ആഡ് ചെയ്തു, ദാറ്റ് ഈസ് സോഷ്യൽ ഹെൽത്ത്. മനസ്സിലായോ? അപ്പൊ ഈ സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഹൗ യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ്. നമ്മുടെ ഓർഗനൈസേഷനിൽ മറ്റുള്ളവരുമായിട്ട് നമ്മൾ എങ്ങനെ സമ്പർക്കം ചെയ്യുന്നു, ആ സമ്പർക്കത്തിന്റെ എന്താ പറയാ റിസൾട്ട് എന്താണ്, അല്ലെ, നല്ല രീതിയിലുള്ള സമ്പർക്കമാണോ അല്ലെങ്കിൽ മോശമായ രീതിയിലാണോ, ഞാൻ എന്റെ കോവർക്കേഴ്സിന്റെ കൂടെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അവരുമായി എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എപ്പോഴും അവരെ കൊണ്ട് വഴക്കുണ്ടാക്കിപ്പിക്കുക, കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നുള്ളതാണെങ്കിൽ അവിടെ സോഷ്യൽ ഹെൽത്ത് ഉണ്ടോ? ഇല്ല. അപ്പൊ അത് ഓക്കെ ആവണം. അത് നല്ല കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. വെൽഫെയർ കമ്മ്യൂണിക്കേഷൻസ് നടന്നത്, നല്ല ക്ഷേമത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതിനെയാണ് നമ്മൾ സോഷ്യൽ ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ സോഷ്യൽ ഹെൽത്ത്? അപ്പൊ നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് സോഷ്യൽ ഹെൽത്ത് എന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്, ആ ഒരു കോൺസെപ്റ്റ് ആര് ഒറിജിനേറ്റ് ചെയ്യിപ്പിച്ചു അത് എന്നാണെന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്. 1947 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. ഇനി അതിന്റെ കൂടെ തന്നെ അക്കോർഡിംഗ് ടു WHO എന്ന് പറഞ്ഞിട്ട് ഒരു സെന്റൻസ് അവിടെ ഓൾസോ ബി ഗുഡ് എന്ന് പറയുന്നത് വരെ അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അവർ പറയുന്നു ഇഫ് ആൻ ഇൻഡിവിജ്വൽ സോഷ്യൽ ഹെൽത്ത് ഈസ് ഗുഡ് ദെൻ ഓവറോൾ ഹെൽത്ത് ഓൾസോ വിൽ ബി ഗുഡ് എന്ന് പറയും. അതും കൂടി അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, സോ ഞാൻ സമയം കളയുന്നില്ല, അടുത്ത ടോപ്പിക്കിലേക്ക് കൂടി മൂവ് ചെയ്യാണ്. ഓക്കെ, പോവാലോ. അപ്പൊ നമ്മുടെ എംപ്ലോയീസിന്റെ ഹെൽത്തിനെ സംബന്ധിക്കുന്ന ILOയും അതുപോലെ തന്നെ WHOയും കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുകൂടാതെ എംപ്ലോയീസ് ഹെൽത്ത് ആയിരിക്കേണ്ടതിന്റെ അതിന്റെ ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഒരു 8-9 എണ്ണം കണ്ടു. അതിനുശേഷം നമ്മൾ എംപ്ലോയീസ് ഹെൽത്തിന്റെ ആസ്പെക്ടുകൾ 3 എണ്ണം, സോഷ്യൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്ത്, ഇത് 3 കണ്ടു. നോ അഗെയിൻ എംപ്ലോയീസ് ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആണ്, ചില നിയമങ്ങളാണ്. എംപ്ലോയീസിന്റെ ഏതൊക്കെ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഫാക്ടറീസിലൊക്കെ എംപ്ലോയീസ് ജോലി ചെയ്യുന്നു, അവർക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ട ചില നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആര് കൊണ്ടുവന്നു? ഫാക്ടറീസ് ആക്ട് 1947 ഇൻ ഇറ്റ്സ് ചാപ്റ്റർ 3. നമ്മുടെ ഓരോ ആക്ടുകളില്ലേ നിയമങ്ങളൊക്കെ എങ്ങനെ വരിക, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പല നിയമങ്ങളും വരിക. നമ്മുടെ റോഡ് നിയമങ്ങളൊക്കെ പഴയ പോലത്തെ നിയമങ്ങളല്ല, റോഡ് റൂൾസ് ഒക്കെ അല്ലല്ലോ, പഴയ റോഡ് നിയമങ്ങളൊന്നുമല്ല, ഒരുപാട് മാറ്റങ്ങൾ റോഡ് നിയമങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഓരോ ലൈസൻസ് എടുക്കുന്നതില് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ട് ആളുകൾ എങ്ങനെ എടുത്തിരുന്നോ അതുപോലെയല്ല, ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പല നിയമങ്ങളും വരുന്നത് എവിടെന്നാ, ഏതിൽ നിന്നാണ്, എന്താണ് അതിന്റെ ഒറിജിനേഷൻ, എന്താ നിയമങ്ങൾ കൊണ്ടുവരുന്നത്? അതായത് നിയമങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഒരു നിയമം ഉദ്ഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമ്പോഴാണ്, എന്തെങ്കിലും ഒരു വീഴ്ച അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോഴാണ് അതിൽ പിടിച്ച് ഒരു നിയമം വരിക. അങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഇപ്പൊ അടുത്ത കാലങ്ങളിലായിട്ട് പുതിയത് കൊണ്ടുവന്നിട്ടുണ്ട് ഇല്ലേ? പല കാര്യങ്ങളിലും ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. റോഡ് നിയമങ്ങള്, ലൈസൻസ്, വെഹിക്കിൾസിന്റെ നിയമങ്ങള്, നമ്മൾ എന്താ പറയാ നമ്മുടെ ലാൻഡ് ബിൽഡിംഗ് ഒക്കെ പർച്ചേസും സെല്ലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിലെ നിയമങ്ങള്, ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ അങ്ങനെ വന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ്, ഇഷ്യൂസ് മറ്റാരെങ്കിലുമൊക്കെ ഫേസ് ചെയ്തു, അങ്ങനെ അതൊക്കെ തർക്കമായി, കോടതിയിൽ പോയി തർക്കമായി, അങ്ങനെയൊക്കെയാണ് തർക്കങ്ങളിലൂടെ ആ എന്താ പറയാ കോടതി കേസുകളിൽ നിന്ന് ആണ് ഓരോ നിയമങ്ങളൊക്കെ കൊണ്ടുവരിക. അതുപോലെ നമ്മുടെ ഫാക്ടറീസിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് അവരുടെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ഹെൽത്ത് ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, എന്നാലേ വീണ്ടും വന്ന് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അത് സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് കുറെ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ നിയമങ്ങളെല്ലാം അടങ്ങുന്ന ഒരു ആക്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്, ഫാക്ടറീസ് ആക്ട് 1948 ആണ്. ഒരുപാട് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് ഉണ്ട്. അങ്ങനെ പിന്നെ അമെന്റ്മെന്റ് ആക്ടുകൾ, നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് പിന്നെ അതിൽ നിന്ന് മാറ്റങ്ങളൊക്കെ വരുത്തും, അമെന്റ്മെന്റ്സ് വരുത്തും. അങ്ങനെ ഒരുപാട് ആക്ടുകളൊക്കെ നിലനിൽക്കുന്നുണ്ട് ലേബറേഴ്സിനെ സംബന്ധിച്ച്, തൊഴിലാളികളെ സംബന്ധിച്ച്. അങ്ങനത്തെ കുറച്ച് നിയമങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എംപ്ലോയീസ് ഹെൽത്തി ആയിരിക്കാൻ
ഓരോ ഫാക്ടറീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ഈ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഹാവ് ടു ബി ഫോളോഡ്. അവർ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ചില പ്രൊവിഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ചാപ്റ്റേഴ്സ് ഈ എന്താ പറയാ പ്രൊവിഷൻസ് എല്ലാം മെൻഷൻ ചെയ്തിരിക്കുന്നത് ഫാക്ടറീസ് ആക്ട് 1948 ചാപ്റ്റർ 3 ഈ ചാപ്റ്റർ 3 സെക്ഷൻ 11 തുടങ്ങി സെക്ഷൻ 20 വരെ എംപ്ലോയീസിന്റെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? ആ സന്ദേഹ സാധനം ഇത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ വെറുതെ ഇങ്ങനെ കുറെ വായിച്ചു പോയിട്ട് കാര്യമില്ല. എന്താണ് ഈ കൊടുത്തിരിക്കുന്നതെന്ന് ക്ലിയർ ആയോ? പറയാൻ പോകുന്ന സെക്ഷൻസ് ആണ് ഇനി നമുക്ക്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഈ ഫാക്ടറീസ് ആക്ട് അങ്ങനെ കുറെ നിയമങ്ങൾ കൊണ്ടുവന്നേക്കണേ? 1948 ഫാക്ടറീസ് ആക്ട് എംപ്ലോയീസ് ആരോഗ്യത്തോടെ ജോലി ചെയ്യണമെങ്കിൽ ഈ പറയുന്ന നിയമങ്ങൾ എല്ലാ ഫാക്ടറീസും ഇൻഡസ്ട്രീസും ഓർഗനൈസേഷൻസും അനുശാസിച്ചേ മതിയാകൂ എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ലേ ഡൗൺ ചെയ്തിരിക്കുന്നതാണ്. മനസ്സിലായോ? ഇനി നമുക്ക് നോക്കാം വിചാരണ. ഒന്നാമത്തേത്, അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തത് ഫസ്റ്റ് സെന്റൻസ് കേട്ടാ. ആ ഫാക്ടറീസ് ആക്ട് ഏത് ചാപ്റ്ററിലാണ് വന്നേക്കണെന്നും അതെന്തിനു വേണ്ടിയിട്ടാണ് ഫാക്ടറീസിൽ നല്ലൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ എന്ന് വെച്ചാൽ എംപ്ലോയീസിന് ആരോഗ്യപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവർ ജോലി ചെയ്യുമ്പോൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ആക്ടുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അത് ചാപ്റ്റർ 3 ഫാക്ടറീസ് ആക്ടിന്റെ ആ ഒരു ഇയറും ഒക്കെ മറക്കണ്ട, അതൊക്കെ അണ്ടർലൈൻ ചെയ്തു ഒറ്റ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. So first one, it is mentioned in section 11 about the cleanliness of factories. ആദ്യത്തെ സെക്ഷൻ നമ്മൾ പറയുന്നത് സെക്ഷൻ 11 ആണ്. ആ സെക്ഷൻ മാത്രം ഒന്ന് എടുത്ത് നിർത്തിയേക്കാം. ഓക്കെ, സെക്ഷൻ 11 അതായത് എവിടെയാണ്? ഏത് സെക്ഷൻ? സെക്ഷൻ 11 എവിടത്തെയാ? ഇങ്ങനെയാണ് അത് പറയുന്നത്. The Factories Act 1948 in chapter 3 section 11. സെക്ഷൻ 11 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആ പറയുന്ന ചാപ്റ്ററിൽ ആ ഫാക്ടറീസ് ആക്ടിനകത്ത് പറയുന്നത് സെക്ഷൻ 11 ആണ്. ആ 11 പറയുന്ന കാര്യം ക്ലെൻലിനെസ് ആണ്, ശുചിത്വം. എന്താണ് ശുചിത്വത്തെ കുറിച്ച് പറയുന്നത്? എവറി ഫാക്ടറീസ് ഹാവ് ടു ബി കെപ്റ്റ് ക്ലീൻ ആൻഡ് നീറ്റ്. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് അവിടെ നിന്നിട്ടാണ് പെരുമാറുന്നത് അല്ലെ? അപ്പൊ ആ ചുറ്റുപാടെല്ലാം തന്നെ എപ്പോഴും എന്തായിരിക്കണം? നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. കുറെ ഡ്രെയിനേജും കുറെ വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് തള്ളിയേക്കണം. ജോലി ചെയ്യുന്നതിന്റെ വേസ്റ്റ് അല്ലെങ്കിൽ നമുക്കറിയാം ഫാക്ടറി ഒക്കെ ആകുമ്പോൾ ഒരുപാട് പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലമാണ്. ഉൽപാദനങ്ങൾ ഇപ്പൊ നമ്മളൊന്ന് ആലോചിക്കുക, റബ്ബർ വെച്ച് എന്താ പറയാ ടയേഴ്സും മറ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ്. ജസ്റ്റ് ഇമാജിൻ, അവിടെ എന്തോരം വേസ്റ്റ് ഉണ്ടായിരിക്കും അല്ലെ? ഈ റബ്ബറിന്റേതായ ചെത്തി വലിക്കേണ്ട വേസ്റ്റ്, അല്ലെങ്കിൽ ഇതിനെയൊക്കെ കൺവേർട്ട് ചെയ്ത് വേറെ രൂപത്തിലേക്ക് ആക്കണം. മോൾഡ് ചെയ്ത് ടയറൊക്കെ ആക്കണ്ടേ? അത് മോൾഡ് ചെയ്ത് ഇങ്ങനെ ടയറൊക്കെ ആക്കുന്ന സമയത്ത് സാധനങ്ങളും അവർ യൂസ് ചെയ്യുന്നുണ്ട്, അത് മെൽറ്റ് ചെയ്യാനൊക്കെ. അപ്പൊ അതിന്റെ ഗ്യാസ് ഫ്യൂംസ് ഇതൊക്കെ ഇങ്ങനെ ശ്വസിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ രോഗം വരില്ലേ? പക്ഷെ അതും ഇതും ഒക്കെ കൂടി എല്ലാം കൂടി വേസ്റ്റ് ഒക്കെ കുന്നുകൂടി അവിടെ കിടന്ന് പരിസരം മുഴുവൻ വൃത്തികേടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ പറയുന്നു ഇതൊക്കെ ഉണ്ട്, ശരിയാണ്, വേസ്റ്റ് ഉണ്ടാകും. നമ്മുടെ വീട്ടിലെ കിച്ചണിൽ നമ്മൾ പെരുമാറുമ്പോ നമ്മളവിടെ പാചകമൊക്കെ ചെയ്തു വരുമ്പോ ഒരുപാട് വേസ്റ്റ് വരും. അവിടെ പാത്രമൊക്കെ ഇവിടെ വന്നു തുടങ്ങി തവണ വരെ വലിച്ചെറിഞ്ഞിട്ടുണ്ടാകും. നമ്മൾ എടുക്കുന്ന സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ സ്പിൽ ചെയ്ത് വെള്ളമാണെങ്കിൽ താഴെ വീണിട്ടുണ്ടാകും കയ്യിൽ നിന്ന്, അല്ലെ? മറ്റേതെങ്കിലും സാധനമൊക്കെ ആണെങ്കിൽ അതും വീണിട്ടുണ്ടാകും. ഇതൊക്കെ എന്താ പറയാ, അതൊന്നും നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കും. പക്ഷേ ഈച്ച് ആൻഡ് എവറി ടൈം അത് ഓരോന്ന് കഴിയുമ്പോഴും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? അത് ആ പരിസരത്ത് അങ്ങോട്ട് ക്ലീൻ ചെയ്ത് വെക്കണം. അതിലാണ് കഴിയുന്നത്. ആ ക്ലീൻ ചെയ്തിരിക്കുമ്പോഴാണ് ആ പുറത്തുനിന്ന് ഒരാൾ ഓടി വന്നു. അപ്പോഴേക്കും നമ്മൾ ഇങ്ങനെ ഭയങ്കര ജോലി ചെയ്തുകൊണ്ടിരിക്കും. പുറത്ത് ഒരാൾ വന്നു. ആള് വന്നു എന്തായാലും ചൂടത്തൊക്കെ വന്നാലും ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു കഴിയുമ്പോ ഇങ്ങനെ എത്തിച്ചു നോക്കുമ്പോ അടുക്കള എത്രത്തോളം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആ വെള്ളം കൊടുത്ത് കുടിക്കാൻ പറ്റുമോ? കണ്ടോ? പെട്ടെന്ന് നമ്മുടെ കണ്ണങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടിക്കാൻ വേണ്ടതെന്ന് അപ്പഴാ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അത് പറ്റില്ല. അപ്പൊ നമ്മളത് ക്ലീൻ ചെയ്യുന്നത് കാരണം അത് നമ്മുടെ വീടാണ്, നമ്മളത് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം. പക്ഷെ അതുപോലെ തന്നെയാണ് ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ എംപ്ലോയീസ് നല്ല രീതിയിൽ അവിടെ നിന്ന് നല്ല എൻവയോൺമെന്റിൽ ജോലി ചെയ്യണമെങ്കിൽ അവരുടെ ആ പരിസരമൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് അവരുടെ ഡ്രെയിനേജ് സിസ്റ്റം, അതിന് വെള്ളമൊക്കെ ഇങ്ങനെ എന്താ പറയാ വേസ്റ്റ് വെള്ളമൊക്കെ പോകുന്ന സ്ഥലം, പ്രൈവി മീൻസ് സ്മോൾ ടോയ്ലറ്റ്സ് ആണ്, ചെറിയ ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. മാത്രമല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള ദുർഗന്ധങ്ങൾ വരുന്ന സ്ഥലങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ ഡേർട്ട് അഴുക്കൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ ഷുഡ് ബി റിമൂവ്ഡ്. എല്ലാ ദിവസവും ഡെയിലി ആണ് ഇതൊക്കെ റിമൂവ് ചെയ്യേണ്ടത്. എങ്ങനെ? ബൈ സ്വീപ്പിംഗ്, തൂത്ത് തുടച്ച് വൃത്തിയാക്കി അടിച്ചു വാരി. അതെങ്ങനെയൊക്കെ ഏതൊക്കെ മെത്തേഡിലാണ്? പണ്ടൊക്കെ അടിച്ചു വാരലൊക്കെ ആയിരുന്നു, പക്ഷെ ഇന്ന് ഇഫക്റ്റീവ് ആയിട്ടുള്ള മോഡേൺ ടെക്നോളജി ഒക്കെ ഉണ്ട് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ. ഇല്ലേ ഉണ്ടല്ലോ അല്ലെ? എഫക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കൊണ്ട് ഒത്തിരി മെഷീൻസ് ഒക്കെ ഇന്ന് എന്താ പറയാ ആളുകൾ ഇൻവെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണോ, ഏത് രീതിയിലായാലും
എഫക്റ്റീവ് ആയിട്ട് ഇത്തരം വേസ്റ്റും ഡസ്റ്റും ഡേർട്ടും എന്താ പറയാ പിന്നെ ന്യൂസൻസും അതുപോലെ ഡ്രെയിനും പ്രൈവയും ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കണം. കൂടാതെ അവരുടെ ഫ്ലോറ് ഇതെല്ലാം പിന്നെ ബെഞ്ച് ഡെസ്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ താഴെ പിന്നെ എന്താ പറയാ എടുത്ത് പറയുന്ന സ്റ്റെയർ കേസ് ഒക്കെ ആണെങ്കിൽ സ്റ്റെയർ കേസിന്റെ മുകളിലൊന്നും നമ്മള് എല്ലാ ദിവസവും നമുക്ക് തൂക്കാനൊന്നും പറ്റില്ല. വീടുകളിലൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുള്ളൂ അല്ലെ. കാരണം ഇതൊക്കെ എല്ലാ ദിവസവും നടക്കണ കാര്യമില്ല ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക്. അതൊക്കെയെങ്കിലൊക്കെ തൂത്തിട്ടാൽ പറ്റിയാലായി അത്ര തന്നെ. അപ്പൊ സ്റ്റെയർ കേസിന്റെ കീഴയില് അതൊക്കെ നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കണം. ആൻഡ് ഇഫ് നെസസറി അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഡിസ്ഇൻഫെക്റ്റന്റ് ചെയ്യണം, അണുവിമുക്തമാക്കണം. അണുനാശിനികൾ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കൂടി ക്ലീൻ ചെയ്യണം. സാധാരണ എല്ലാ ദിവസവും ഡെയിലി തൂത്ത തുടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വൺസ് ഇൻ എ വീക്ക് കുറച്ചുകൂടി ശക്തമായ രീതിയിലുള്ള ക്ലീനിങ് നടത്തണം. ഡിസ്ഇൻഫെക്റ്റന്റ് ഒക്കെ ഉപയോഗിച്ച് ഒക്കെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഫ്ലോറൊക്കെ നനഞ്ഞിരിക്കാതെ വെച്ചായിട്ട് ഇരിക്കാനായിട്ട് അനുവദിക്കാതെ എപ്പോഴും അത് എന്താ പറയാ വാക്വം ക്ലീനേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് വെള്ളം വലിച്ചെടുക്കുന്നതാണെങ്കിൽ അങ്ങനെയും ഒക്കെ ചെയ്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. മനസ്സിലായോ? അതായത് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇതെല്ലാം ചെയ്യുക. ഇഫക്റ്റീവ് ഡ്രെയിനേജ് സിസ്റ്റവും അതുപോലെ തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതായത് അഴുക്കൊക്കെ ഒഴുകി നന്നായിട്ട് അതിനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ കെട്ടിക്കിടക്കാതെ പോകുന്ന രീതിയിൽ ഡ്രെയിനേജ് സിസ്റ്റവും അതുപോലെ തന്നെ ക്ലീൻ ആക്കണം. ഇതെല്ലാം ഈ ക്ലെൻലിനെസ്, അതായത് ഫാക്ടറിയിൽ വർക്കേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ അതിന് ചുറ്റുവട്ടവും ആ പ്രെമിസസിന് ചുറ്റും ഒക്കെ ഈ ക്ലീൻലിനെസ് കീപ്പ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 11 ഫാക്ടറീസ് ആക്ട് 1948 മെൻഷൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇനി ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഇപ്പൊ ഈ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് നമുക്ക് പഠിക്കാനുള്ളത് സെക്ഷൻ 11 തുടങ്ങി സെക്ഷൻ 20 വരെയാണ്. വീണ്ടും നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗമായ എംപ്ലോയി സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി പഠിക്കട്ടെ. എംപ്ലോയീസിന്റെ സുരക്ഷിതത്വം. ഇത് ആരോഗ്യമാണ്, ആരോഗ്യ സംബന്ധമായ സുരക്ഷിതത്വമാണ് എംപ്ലോയി ഹെൽത്ത് എന്ന് പറയുന്നത്. എംപ്ലോയി സേഫ്റ്റി ഉണ്ട്. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ജോലിക്ക് ഇടയിൽ നമുക്ക് വലിയ അപകടങ്ങളൊക്കെ വന്നാലേ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. മറ്റേത് രോഗമാണ്, ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രോഗം, ശ്വാസകോശ സംബന്ധമായ രോഗം, അതൊക്കെയാണ്. മറ്റേത് തന്നെ അപകടമാണ്. മെഷീനറീസ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം, അല്ലെങ്കിൽ ചില ഭിത്തിയൊക്കെ ഇങ്ങനെ ഉയറായി നിൽക്കുന്നോടത്തൊക്കെ അവിടെയൊക്കെ പോയിരുന്നിട്ട് ആ ജോലി ചെയ്യണം, അത് ഇടിഞ്ഞു വന്നു, ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു, അതിന് പ്രൊട്ടക്ഷൻ ഇല്ലാണ്ട് ജോലി ചെയ്താൽ അതിന് അഗേൻസ്റ്റ് പണിഷ്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പൊ എംപ്ലോയി സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനകത്തും ഇതുപോലെ കുറച്ച് എന്താ പറയാ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഉണ്ട്. അത് 21 മുതൽ 40 വരെയാണ്. 21 മുതൽ 40 വരെയുള്ള പ്രൊവിഷൻസ് അവിടെയും പഠിക്കാനുണ്ട്. സോ അപ്പൊ ഇതെല്ലാം ഞങ്ങൾ എങ്ങനെ പഠിച്ചിരിക്കും ടീച്ചറെ എന്ന ചോദ്യചിഹ്നം നിങ്ങളുടെ മുഖത്ത് പ്രകടമായി എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ മുഴുവനും ഒരുപാട് കാര്യങ്ങൾ ഓരോ സെക്ഷൻസിലും ഓരോ പ്രത്യേക കാര്യത്തെ കുറിച്ചാണ് മെൻഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അത് മുഴുവനും പഠിക്കേണ്ട, പക്ഷെ വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ സെക്ഷനിലും എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന്. ഫോർ എക്സാമ്പിൾ സെക്ഷൻ 11 മെൻഷൻസ് അബൌട്ട് ഡാഷ്. അതായത് നമ്മളുടെ ഫാക്ടറീസ് ആക്ട് 1948 സെക്ഷൻ 11 എന്തിനെ കുറിച്ചാണ് മെൻഷൻ ചെയ്യണമെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്ത് പറയും? ക്ലെൻലിനെസ് എന്ന് പറയും. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ക്ലെൻലിനെസ് ഈസ് മെൻഷൻഡ് ഇൻ സെക്ഷൻ ഡാഷ് ഓഫ് ദ ഫാക്ടറീസ് ആക്ട് 1948. അതിന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയും? സെക്ഷൻ 11 ക്ലെൻലിനെസിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ചോദ്യം എങ്ങനെ വരാമെന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് ഇതിന്റെ ഉള്ളിൽ ഉള്ളത് ഒന്നും ഞാൻ അണ്ടർലൈൻ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക അതിനെ കുറിച്ച്. കാരണം ഇത് മുഴുവനൊക്കെ നമുക്ക് ക്ലെൻലിനെസിനെ കുറിച്ച് എന്താ പറയാ നിങ്ങൾ ഷോർട്ട് നോട്ട് പോലെ ഒന്നും എഴുതി വെക്കുന്ന പരീക്ഷയല്ലല്ലോ, നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പഠിക്കുക കേട്ടോ. അതുകൂടി ഞാനൊരു കാര്യം പറഞ്ഞതാണ്. പിന്നെ ഒരു കാര്യം കൂടി, നമ്മളുടെ അപർണ മിസ് എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്റർ ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാവരെയും തീർന്നാ ചാപ്റ്ററുകളെല്ലാം തീർന്നോ? 6 എണ്ണവും എടുത്തോ? ഒന്ന് പറയോ വേഗം. 6 എടുത്തോന്ന് വെച്ചാൽ എടുത്തോണ്ടിരിക്കുന്നതല്ല, അതല്ലാതെ എല്ലാ ചാപ്റ്റേഴ്സിലേക്കും പോയോ എന്നാണ് എന്റെ ചോദ്യം. ഒന്ന് ആരെങ്കിലും വേഗം പറഞ്ഞേ, കാര്യം ക്ലിയർ ചെയ്യാനാ. പറഞ്ഞോ, ഒക്കെ പറഞ്ഞോ. ആരെങ്കിലും ഒരാൾ പറ. റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ ചേർന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. അല്ല, 5ാമത്തെ ചാപ്റ്ററിന്റെ കൂടെ എടുക്കാനുള്ളൂ, ബാക്കിയെല്ലാം കവറായി. 5ാമത്തെ ചാപ്റ്റർ എടുത്തോണ്ടിരിക്കുകയാണല്ലോ ടീച്ചർ? എടുത്തോണ്ടിരിക്കുക. ട്രീസ മിസ് അല്ലേ? ഏത് മിസ് എടുക്കണേ 5ാമത്തെ ചാപ്റ്റർ? തെരേസ മിസ്. ട്രീസ എന്നാണ് പേര്. ട്രീസ മിസ് എടുത്തോണ്ടിരിക്കാം. അപ്പൊ ട്രീസ മിസ്സിന്റെ കംപ്ലീറ്റ് ചെയ്തോളും. ഐ തിങ്ക് ട്രീസ മിസ്സിന് വീക്കിലി 2 hours അതന്നെ 2 ആഴ്ച 2 ക്ലാസ്സുകൾ ചെയ്തോണ്ടല്ലോ ആഴ്ചയിൽ. അപ്പൊ ടീച്ചറുടെ കംപ്ലീറ്റ് ചെയ്തോളും.
എനിക്ക് ആഴ്ചയിൽ ഒരു ക്ലാസ്സേ ഉള്ളൂ ഇവിടെ. പോരാത്തതിന് എന്റെ 2 ക്ലാസ് ഏതോ 2 ആഴ്ചയൊക്കെ മിസ്സായി. അത് അപർണ മിസ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപർണ മിസ്സിന്റെ ക്ലാസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരിക്ക് ഉച്ചയ്ക്ക് ലീവ് എടുക്കാൻ വേണ്ടി അങ്ങനെ എന്തോ അത് തന്നെ അങ്ങനെ അല്ല, ഉച്ചയ്ക്ക് വരാൻ പറ്റുള്ളൂ, രാവിലെ ലീവ് എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് രാവിലത്തെ പുള്ളിയുടെ വേറെ ക്ലാസ്സിൽ കയറി വന്നപ്പോഴാണ് എനിക്ക് 2 ക്ലാസ് മിസ്സായിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് തന്നെ തീർക്കാമായിരുന്നു. പക്ഷെ ഇപ്പൊ ചിലപ്പോ എന്റേത് തീരില്ല വിതിൻ ടൈം. നമ്മളുടെ ടൈം ഡ്യൂറേഷൻ ഉണ്ട്, ആ ഒരു പർട്ടിക്കുലർ ടൈം. പിന്നെ പോരാത്തതിന് പ്ലസ് അപർണ മിസ്സിന്റെ ടോപ്പിക് പുള്ളിക്കാരി എടുക്കുന്നത് തീരുകയും ചെയ്തു. ഇല്ലേ? തീർന്നില്ലേ? തീർന്നു. അപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആണ് എംപ്ലോയി ഹെൽത്തും എംപ്ലോയി സേഫ്റ്റി. ഇത് രണ്ടുമാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഇവിടെ ഒരു എംപ്ലോയി സേഫ്റ്റിയുടെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം 21 സെക്ഷൻ 21 മുതൽ 40 വരെ ഉണ്ട്. ചിലപ്പോ ആ ഭാഗം മിക്കവാറും ചിലപ്പോ അപർണ മിസ് ആയിരിക്കും ചിലപ്പോ എടുക്കാം. കാരണം ടീച്ചർക്ക് 2 അവർ ഉണ്ട് ആഴ്ചയില്. ക്ലിയർ ആയോ ഞാൻ പറയുന്നത്? എനിക്ക് ആഴ്ചയിൽ 1 അവറേ ഉള്ളൂ. അപ്പൊ ചിലപ്പോ ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്ന് രാജിക്കൊണ്ടിരിക്കും. ടീച്ചർക്കാണെങ്കിൽ ക്ലാസ്സും കിട്ടില്ല. ക്ലാസ് വെറുതെ വന്നിരുന്നിട്ട് പോകണം. അല്ലെങ്കിൽ ടീച്ചറിന്റെ അവർ എടുത്ത് ഞാൻ എടുക്കാന്ന് വെച്ചാലും ടൈം ടേബിൾ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ടീച്ചർ ആയിരിക്കും ആ പോർഷൻ എടുക്കുക. കുഴപ്പമില്ല, ആരെടുത്താലും നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. കാരണം എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഓരോ പ്രൊവിഷൻസ് പറഞ്ഞിരിക്കുന്നതാണ്. കുഴപ്പമില്ലല്ലോ. ഞാൻ ഒരു മുൻകൂറായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അല്ലെങ്കിൽ പിന്നെ ടീച്ചർ പെട്ടെന്ന് വന്ന് ഇന്ന ഭാഗത്ത് കയറി എടുത്ത് കഴിയുമ്പോ നിങ്ങൾ ഇനി എന്താ പറയാ പേടിക്കണ്ട, അല്ലെങ്കിൽ എന്താണോ ഇതൊക്കെ ഇവിടെ എന്താ നടക്കണേ എന്ന് വിചാരിച്ചാലോ എന്ന് വിചാരിച്ച് ഞാനൊരു അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. സോ ജസ്റ്റ് കീപ് ഇറ്റ് ഇൻ മൈൻഡ്. അടുത്ത ആഴ്ച ടീച്ചർ കയറുമ്പോൾ ടീച്ചറിന്റെ ആ സമയത്ത് എന്റെ ഈ പോർഷന്റെ കുറച്ച് ഭാഗത്തുനിന്ന് ടീച്ചർ എടുക്കുന്നതായി. ഓക്കെ? താങ്ക് യു. Okay, bye. Lovely.